കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ അനുഭവ സാക്ഷ്യം പറയുവാനുള്ളതായ അവസരം ഒരുക്കി തന്നിരുന്നു. ഏകദേശം 1.25 ലക്ഷത്തോളം ആൾക്കാര് ആ വീഡിയോ കാണുവാനിടയായി. പല വ്യക്തികൾക്കും പല സംശയങ്ങൾ ഉണ്ട് എന്നറിയിച്ചിരുന്നു. എന്നെ വിളിച്ചിരുന്നു. പലരും പരിചയപ്പെടാനൊക്കെ ആയിട്ട് ഇടയായി. അവരുടെ സംശയങ്ങളൊക്കെ പല ആൾക്കാരും ചോദിച്ചു. ചില മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നകത്ത്, ക്രൈസ്തവരായിട്ടുള്ളവരുണ്ട്, പല മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാര് വിളിക്കാനും അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടാനൊക്കെ ആയിട്ടുള്ളതായ അവസരമുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി എന്ന വണ്ണം ഇന്ന് പകല് അവർക്ക് മറുപടി നൽകുന്നതിനുള്ളതായ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർക്കും അതുപോലെ അരോമ TV പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഇത്രത്തോളം നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ സർവശക്തനാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയാനായിട്ട് കഴിയുന്നതാണ്. ദൈവം തന്നെ അത്ഭുതകരമായി, അതിശയകരമായി നടത്തി എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിള് ഞാൻ വായിച്ചപ്പോഴാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത് എന്ന് ഞാൻ അത് പറഞ്ഞിരുന്നല്ലോ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ അതിൽ വന്ന ചില സംശയം കൂടെ ഞാൻ ദൂരീകരിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ മുമ്പ് പഠിച്ചതായ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾക്കും കൂടെ വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതായ കാര്യം. ബൈബിള് വായിച്ചപ്പോഴേ കർത്താവ് പറഞ്ഞതായ ചില കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് എത്താനായിട്ട് പറ്റും. അതെന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. വാസ്തവത്തില് എന്നിലൂടെയല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് എത്താനായിട്ട് പറ്റില്ല. കാരണം ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്, യേശുവിനെ അംഗീകരിക്കാത്തൊരു വ്യക്തിയാണ്. എന്നാൽ ഈസാ നബി അംഗീകരിച്ചിരുന്നു. എന്നാൽ ഈസാ നബിയും രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. പിന്നെ ഒരിക്കൽ പറയാം. രണ്ടാമത്തത് അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുന്നത്, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അപ്പൊ രക്ഷ പ്രാപിക്കാനുള്ള ഏക മാർഗം, ഏക വഴി യേശുക്രിസ്തുവാണെന്ന് പറയും. അതന്നെ യേശു കർത്താവ് പറഞ്ഞു മത്തായി സുവിശേഷം 28-ാം അധ്യായം, ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ യേശു കർത്താവ് പറഞ്ഞ വഴിയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വാസ്തവത്തിൽ രക്ഷയില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നതായ മുഹമ്മദ് നബി ഒരു പ്രവാചകനാണെന്ന് അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുമായിരുന്നു. അതാണോ സത്യം, ഇതാണോ സത്യം? ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അത്. കാരണം അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ഇവിടെ പറയുന്നു, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കലേക്ക് പോകാനായിട്ട് പറ്റി. ഏക രക്ഷാമാർഗം യേശുക്രിസ്തുവാണ്. ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ സ്ഥിതിക്ക് മറ്റൊരു വഴി കാണുന്നില്ലല്ലോ. എൻ്റെ മുമ്പിൽ ഒരു വഴിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമല്ലെന്നാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ ബൈബിളും ഖുർആനും ഒരു താരതമ്യ പഠനം നടത്തുക എന്നുള്ളത് ആയിരുന്നു എൻ്റെ മുമ്പിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയും.
മറ്റൊരു മാർഗമില്ല. അതാണോ സത്യം? ഇതാണോ സത്യം? ഞാനത് വലിയ പ്രയാസത്തിലായിരുന്നു ആ കാര്യത്തിൽ. കാരണം ചെറുപ്രായം മുതൽ തന്നെ, മദ്രസ മുതലേ, 4-ാമത്തെ വയസ്സ് മുതലേ മദ്രസയിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 5 പ്രാവശ്യം നിസ്കാരം സമയം തെറ്റാതെ ആചരിച്ച് അനുഷ്ഠിച്ചു പോന്നിരുന്ന ഞാൻ ഇത് വായിക്കുമ്പോൾ ഖുർആനിൽ തന്നെ മുൻ വേദങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻ വേദക്കാരോട് ചോദിച്ചു നോക്കുക, അത് അംഗീകരിക്കുകയും ചെയ്യും. അത് വായിച്ച് അംഗീകരിച്ചു നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആവുകയാണ് എനിക്ക്. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ട് ഒരു താരതമ്യ പഠനത്തിന് ഞാൻ തയ്യാറായി. 7-ാം നൂറ്റാണ്ടിലാണ് വാസ്തവത്തില് യേശുക്രിസ്തുവിന് ശേഷം ഇസ്ലാം മതത്തിന്റെ ആവിർഭാവം എന്ന് പറയുന്നത്. അന്ന് കാലത്ത് അറബികൾ ബഹുദൈവ വിശ്വാസികളായിരുന്നു, അവരെ വിഗ്രഹാരാധികളായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നു. ഈ അറബികൾ എന്ന് പറയുന്നത് വാസ്തവത്തില്, യഥാർത്ഥ അറബികൾ എന്ന് പറയുന്നത് നോഹയുടെ മകനായ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെട്ട യാരേബ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. ഈ മനുഷ്യന്റെ സന്തതി പരമ്പരയുടെ അധിവാസ പ്രദേശമാണ് ആരബ്യ എന്ന് പറയുന്നത്. അത് ക്രമേണ അറേബ്യ എന്നാണ് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. ഇവരാണ് യഥാർത്ഥ അറബികൾ, ഞങ്ങളാണ് യഥാർത്ഥ അറബികൾ എന്ന് ഈ ഷേമിന്റെ വംശപരമ്പര അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് ഏകദേശം 3 കൂട്ടരാണ് അറബികൾ. ഒന്ന് ഷേമിന്റെയും, 2 ഏശാവിന്റെയും, 3-ാമത്തത് ഇസ്മയിലിന്റെയും. ഉൽപ്പത്തി പുസ്തകം 28:9, 21-ാം അധ്യായം 14 മുതൽ 21 വരെയും വാക്യങ്ങൾ വായിച്ചാൽ ഇസ്ലാമിക ചരിത്ര പ്രകാരം ബായിദ അറബികൾ, 2-ാമത് ആരിബ അറബികൾ, 3-ാമത്തത് മുസ്തരിബ അറബികൾ. അങ്ങനെ ഈ 3 വിഭാഗത്തിൽപ്പെട്ട അറബികളും കൂടെ ചേർന്നതാണ്. ഇതിൽ മുസ്തരിബ അറബികളാണ് ഇസ്മയിലിന്റെ സന്തതികൾ എന്ന അറബികൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. വാസ്തവത്തിൽ ഇസ്മയിൽ അറബിയാണോ എന്ന് ചോദിച്ചാൽ ഒരു വ്യക്തമായ ഉത്തരം നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയാനായിട്ട് സാധിക്കയില്ല. കാരണം ബൈബിള് വായിച്ചാൽ നമുക്കറിയാം അബ്രഹാം എബ്രായനായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 2-ാമത്തത് അമ്മ ഈജിപ്തുകാരിയായി. അപ്പൊ അബ്രഹാം എബ്രായനാണ്, അമ്മ ഈജിപ്തുകാരിയായ അതിലുണ്ടായ മകനായ ഇസ്മയില് എങ്ങനെയാണ് അറബിയായിട്ട് മാറുക എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം ഇല്ല. അറബികളാണ് അല്ലെങ്കിൽ ഇസ്മായിലിന്റെ സന്തതിയാണ് യഥാർത്ഥ അറബികൾ എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കും. പക്ഷെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്കതിനൊരു വ്യക്തമായ ഒരു ഉത്തരം നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം അബ്രഹാം അറബിയല്ല, ഇസ്മായിലിന്റെ അമ്മ ഹാഗർ എന്ന് പറയുന്നത് അറബിയല്ല. അങ്ങനെയാണെങ്കിൽ ഇസ്മായിൽ എങ്ങനെയാണ് അറബിയായി മാറുക? അപ്പൊ അതിനെ നമുക്ക് ചരിത്രത്തിലെ ആധികാരികമായ തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. എന്നാൽ അറബികൾ 360 ദേവീ ദേവന്മാരെ ആരാധിക്കുന്നവരായി ഈ 3 ഗ്രൂപ്പിൽപ്പെട്ടവരും. ഇസ്ലാമിന് മുമ്പ് അറബികൾ, നമുക്ക് ചന്ദ്രമാസം 360 ദിവസമാണ്, നമ്മള് 365 ദിവസം ആണ് നമ്മളൊരു വർഷക്കാലം. എന്നാൽ അറബികള് 360 ദിവസത്തെ ചരിത്രമാണ് അവർക്കുള്ളത്, ചന്ദ്രമാസം.
എന്നാൽ ഈ 360 ദിവസം ഓരോ ദിവസവും ഓരോ ദേവന്മാരെ ആയിരുന്നു അറബികൾ ആരാധിച്ചത്. 360 ദിവസം 360. അള്ളാഹുവിന് മക്കളുണ്ടായിരുന്നു, പെൺമക്കളാണ്. ഖുർആനിൽ അത് പറയുന്നുണ്ട്. അല്ലാത്ത, അൽ മനാത്ത, അൽ ഉസ്സ, അങ്ങനെ 3 പെൺമക്കള് പ്രത്യേകിച്ച് അള്ളാഹുവിനുണ്ടായിരുന്നു എന്ന് ഖുർആൻ 59-ൽ 19, 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ചരിത്രം നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അതിന്റെ പുറമെ അജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ല്, ഈ കറുത്ത കല്ലിന് അള്ളാഹുവിനേക്കാൾ ശക്തി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ കാര്യം പിന്നീട് ഞാൻ പറയാം. ഈ അറബികളെ 12 ഗോത്രമായി തിരിഞ്ഞിരുന്നു. ഒരു ഗോത്രമല്ല, 2 ഗോത്രമല്ല. ഈ അറബികൾ തന്നെ ഈ 3 വിഭാഗത്തിൽപ്പെട്ട അറബികൾക്ക് 12 ഗോത്രങ്ങളുണ്ട്. ഇസ്രായേലിന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത് പോലെ ഇവർക്കും 12 ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ 12 ഗോത്രങ്ങൾ പറയുന്ന നാട്ടിലുണ്ടല്ലോ, ഓരോ അമ്പലത്തിലും ഓരോ പ്രതീക്ഷയായിരിക്കാം, നമുക്കറിയാമല്ലോ അത്. അതുപോലെ ഈ 12 ഗോത്രങ്ങൾക്കും പലവിധമായ ദേവന്മാരെയായിരുന്നു പ്രതിഷ്ഠിച്ചിരുന്നത്. മുഹമ്മദിന്റെ ഗോത്രമായ ഖുറൈശി, പ്രവാചകനായ മുഹമ്മദ്, മുസ്ലിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദ് എന്ന് പറഞ്ഞ ഗോത്രത്തിന്റെ പേര് ഖുറൈശി എന്ന്. ഈ ഖുറൈശി ഗോത്ര ദേവനായിരുന്നു അള്ളാഹു എന്ന് പറഞ്ഞത്. മറ്റു ഓരോ ഗോത്രങ്ങൾക്കും ദേവന്മാരുണ്ട്. ഈ ദേവനെ വാസ്തവത്തിൽ ഹുബാൽ അല്ലെങ്കിൽ ചന്ദ്രദേവൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത്. മുസ്ലിം മോസ്കുകൾ പള്ളിയുടെ പുറത്തൊക്കെ കണ്ടിട്ടില്ലേ ചന്ദ്രക്കല? ഈ ചന്ദ്രക്കല അള്ളാഹുവിന്റെ സ്മരണയായിട്ട് ഇന്നും അറബികൾ നിലനിർത്തി പോരുന്നതായിട്ട് നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടായിരുന്ന മുമ്പ് പറഞ്ഞു 53-ന്റെ 19, 20. ലാത്തിയെയും മനാത്തെയും പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? 3-ാമത്തെ മനാത്തെ പറ്റിയും. സ്വന്തമായി നിങ്ങൾ കാണോ അള്ളാഹുവിന് പെണ്ണുമാണോ എന്ന് ചോദിക്കുക. അപ്പൊ അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വാസ്തവത്തിൽ അറബികൾ വിശ്വസിക്കുകയും അറബികൾ ആരാധിക്കുകയും ചെയ്തിരുന്നതായിട്ട് നമുക്ക് ഖുർആനിലും മറ്റ് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. ഞാനതിൻ്റെ ആ പെൺമക്കളുടെ ആ ചിത്രങ്ങളെ പിന്നെയാണ് ഇട്ടുതരാം. അതിനോട് ചേർന്ന് ഒരു പക്ഷെങ്കിൽ ആഡ് ചെയ്യാനായിട്ട് കഴിയുമെങ്കിൽ ചെയ്യാതെ. മുഹമ്മദ് തന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോഴേ കഅബയിൽ അന്നുണ്ടായിരുന്ന 360 ദേവീദേവന്മാരാണ്. അതിന് മുമ്പ് ഇങ്ങനെ അവർ ആരാധിച്ചു കൊണ്ടിരുന്ന ഈ ദേവന്മാരെല്ലാം തന്നെ. അതിന് പുറമെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അജറുൽ അസ്വദ് എന്ന കറുത്ത കല്ലിനെ മാറ്റി 358-നെയും അള്ളാഹു തന്റെ ഗോത്രദേവനായ അള്ളാഹുവിനെയും ഈ അജറുൽ അസ്വദ് എന്ന് പറഞ്ഞ കറുത്ത കല്ലിനെയും മാറ്റി നിർത്തി 358 ദേവീദേവന്മാരെ മുഹമ്മദ് തല്ലി തകർത്ത് തന്റെ ഗോത്രദേവനായ അള്ളാഹു എന്ന് പറഞ്ഞ ഹുബാൽ അല്ലെങ്കിൽ ഹബാൽ എന്ന് പറഞ്ഞ ഈ ദേവന് ഏക ദൈവമാക്കി പ്രതിഷ്ഠിക്കുകയാണ് മുഹമ്മദ് ചെയ്തത്. അതാണ് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുഹമ്മദ് അത് ആരാധിക്കുവാനായിട്ട് ആവശ്യപ്പെടുക. അങ്ങനെ അത് എന്ത് ചെയ്തില്ല? അത് അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് അറബികൾ ഒരു ഭാഗത്ത്, യഹൂദന്മാരൊരു ഭാഗത്ത്, ക്രൈസ്തവര് ഒരു ഭാഗത്ത്, അങ്ങനെ 3 കൂട്ടം ജനങ്ങള് തെങ്ങിപ്പാർത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അറേബ്യ എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദ് തന്റെ ദേവനായ അള്ളാഹുവിനെ ഏക ദൈവമാക്കി മാറ്റിയതിന് ശേഷം മുഹമ്മദ് പറഞ്ഞു, അള്ളാഹു ആണ് ഏക ദൈവം, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് മുഹമ്മദ് അവരോട് ആവശ്യപ്പെടുകയാണ്. അതുവരെ അറബിയുടെ ചരിത്രം നോക്കുമ്പോൾ അറബികളും യഹൂദരും ക്രിസ്ത്യാനികളും വർഗീയതയോ മതവൈരാഗ്യമോ ഇല്ലാതെ സമാധാനത്തോടെ സഹകരണത്തോടെയും ജീവിച്ച ഒരു ദേശമായിരുന്നു
മുഹമ്മദ് ആധിപത്യം സ്ഥാപിക്കുന്നത് വരെ അറബിയ, അതായത് AD 610 വരെ യാതൊരു വിധമായ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാതെ ഈ 3 കൂട്ടം ജനങ്ങളും സ്നേഹപരമായി ഐക്യതയോടെ വസിച്ചിരുന്നതായ ഒരു സ്ഥലമായിരുന്നു ഈ അറബിയ എന്ന് പറയുന്നത്. എന്നാൽ മുഹമ്മദിന്റെ സാമ്രാജ്യത്വ സൈനിക നീക്കങ്ങളും യുദ്ധങ്ങളും മുഹമ്മദിന്റെ നിയന്ത്രണത്തിൽ ഈ അറേബ്യ കൊണ്ടുവന്നു. അറേബ്യയിൽ ഉണ്ടായിരുന്ന യഹൂദരോടും ക്രിസ്ത്യാനികളോടും മുഹമ്മദ് വളരെ ശത്രുതാ മനോഭാവമായിരുന്നു വെച്ച് പുലർത്തിയെന്ന് ഹദീസ് ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. ഇവരെ നാട് കടത്താൻ മുഹമ്മദ് കൊണ്ടുവന്ന തന്റെ ഗോത്രദേവനായ അള്ളാഹുവിനെ ആരാധിക്കുവാനായിട്ട് മുഹമ്മദ് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളും യഹൂദരും മറ്റ് അറബികളും ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, അതിന് സമ്മതിച്ചില്ല. അതിനെക്കുറിച്ച് ഒരു ഹദീസ് ഇങ്ങനെ വായിക്കുന്ന ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, ഉമർ എന്നോട് പറഞ്ഞു, നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി, തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും. മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല. സ്വഹീഹുൽ മുസ്ലിം വാള്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 63. അപ്പൊ നിങ്ങൾ എന്റെ ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അറേബ്യയിൽ താമസിക്കാനായിട്ട് വിടുകയില്ല എന്നുള്ള ഒരു തീരുമാനമാണ് മുഹമ്മദ് അന്നത്തെ കാലത്ത് എടുത്തത്. യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യമന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രമായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽ പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവയിലാക്കുകയില്ല, തീർച്ച. സൂറ അല്ലെങ്കിൽ ഖുർആൻ 5:51. അപ്പൊ മതവൈരാഗ്യമായ ഒരു ചിന്തയാണ് മുഹമ്മദ് എന്ത് ചെയ്തത്, എടുത്തത്. കാരണം യഹൂദന്മാർക്ക് അറിയാമായിരുന്നു മുഹമ്മദ് പ്രസംഗിക്കുന്നതായ ഈ അള്ളാഹു എന്ന് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഏക സത്യദൈവമല്ല, യഹോവയായ ദൈവമല്ല എന്ന് യഹൂദന്മാർക്ക് വളരെ വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് മുഹമ്മദ് പ്രസംഗിച്ചതായ ഈ അള്ളാഹുവിനെ യഹൂദന്മാർ എന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. അടുത്തൊരു വാക്യം, അബൂ ഹുറൈറ നിവേദനം, റസൂല് പറഞ്ഞു, ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്. അവരെ നിങ്ങൾ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടമാക്കണം. സഹീഹുൽ മുസ്ലിം വാള്യം 3 ഹദീസ് നമ്പർ 13 അല്ലെങ്കിൽ 2167. സ്നേഹപരമായ രീതിയല്ല മുഹമ്മദ് വാസ്തവത്തില് ഇവരോട് ഇടപെട്ടത്. നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണെന്ന് മുഹമ്മദ് പ്രസംഗിച്ചു. അത് യഹൂദന്മാരും ക്രിസ്ത്യാനികളും അംഗീകരിച്ചില്ല. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, കുൽ യാ ഹയ്യുൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങൾ. നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നുമല്ല ഞാൻ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നവരല്ല നിങ്ങളും. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. സൂറ 109 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. വളരെ വ്യക്തമായിട്ട് തന്നെ മുഹമ്മദ് ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവമല്ല ഞാൻ ആരാധിക്കുന്നതെന്നും ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നവരല്ലെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ മുഹമ്മദ് പറയുന്നതായിട്ട് ഖുർആനിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുവാനൊക്കെ ആയിട്ട് സാധിക്കും. രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ, ഇസ്ലാം മത സ്ഥാപകനായ മുഹമ്മദിന് മുമ്പ് മക്കയിൽ കഅബ എന്ന് പറഞ്ഞ സ്ഥലം വിജാതിയരുടെ ആരാധന സ്ഥലമായിരുന്നു. അന്ന് ഇസ്ലാം അല്ലായിരുന്നു, അറബികളായിരുന്നു. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 360 ദേവീദേവന്മാരെയാണ് അവിടെ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ വിഗ്രഹമായിട്ടുണ്ടായിരുന്നു.
അറബിയിൽ വസിച്ചിരുന്ന വിവിധ ഗോത്രങ്ങളുടെ ആരാധനാമൂർത്തിയായിരുന്നു ഈ 360, ഈ 12 ഗോത്രങ്ങളില് ഒരുമിച്ച് ഇവർ ഒരു സ്ഥലത്ത് തന്നെ ഈ കഅബയിലായിരുന്നു 360 ദേവീദേവന്മാരെ പ്രതിഷ്ഠിച്ചിരുന്നു. ഓരോ വർഷവും അവരുടെ വാർഷിക ഉത്സവം അത് നിലനിർത്തി. ഇന്നിപ്പോ എല്ലാവരും കാണുന്നില്ലേ, മക്കയിലേക്ക് പോയി ഓരോ വർഷവും മക്കയിലേക്ക് പോയി അവിടെ ഹജ്ജ് ചെയ്ത് തിരിച്ചു വരുന്നത് പോലെ തന്നെ ഓരോ വർഷവും പല ഭാഗങ്ങളിലുള്ള അറബികൾ ഓരോ വർഷവും അവിടെ കൂടുകയും അവരെ വാർഷിക ഉത്സവത്തിന് അവരുടെ ആരാധനാമൂർത്തിയായ ഈ ദേവീദേവന്മാരെ ആരാധിക്കുകയും ചെയ്യുന്നിരുന്നവർ ഓരോ വർഷവും. അത് പിന്നീട് നിലനിർത്തി. അത് നിലനിർത്തിയിട്ടാണ് ഇന്നും ഇസ്ലാം പോകുന്നത് തന്നെ. ഓരോ വർഷവും കഅബയിൽ ഉത്സവം നടന്നിരുന്നു. ഈ ഉത്സവത്തിന് വരുന്നവരുടെ താമസം, ഭക്ഷണം, വാണിഭ ഇവ മക്ക നിവാസികളുടെ മുഖ്യ വരുമാന മാർഗമായിരുന്നു. ക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നതും കുടിവെള്ളം വിതരണം ചെയ്തിരുന്നതും മുഹമ്മദിന്റെ ഗോത്രമായ ഖുറൈശികളായിരുന്നു എന്ന് ദ ലൈഫ് ഓഫ് മുഹമ്മദ് ഇബ്നുൽ ഇഷാഖ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ സിറത്തു റസൂലില്ലാ എന്ന പുസ്തകത്തിനകത്ത് അതിന്റെ നമ്പർ 91 പേജ് നമ്പർ 61 വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ ഈ അള്ളാഹു എന്ന ദേവനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണെന്ന് ചരിത്രകാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. മുഹമ്മദിന് വളരെ മുമ്പ് ദമസ്കസിൽ നിന്നും കഅബ സന്ദർശിക്കാൻ വന്ന ഗുസ ഗോത്രത്തിന്റെ തലവൻ, ഗുസ എന്ന് പറഞ്ഞ 12 ഗോത്രത്തിലെ ഒരു ഗോത്രമാണ് ഗുസ എന്ന് പറഞ്ഞ ഗോത്രം. ഈ ഗുസ ഗോത്രത്തിന്റെ തലവൻ അമീർ ഇബിൻ ലുവായി ഒരു ബാൽദേവന്റെ വിഗ്രഹം കഅബയിൽ സ്ഥാപിച്ചു എന്ന് പറയാം. ഹീബ്രു ഭാഷയിൽ ഹബാൽ എന്ന വാക്കാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അറബി വാക്കിൽ ഈ ദേവനെ ഹുബാൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു വന്നു. ക്രമേണ ഹുബാൽ കഅബ ക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിച്ച ഖുറൈശി ഗോത്രത്തിന്റെ അല്ലെങ്കിൽ മുഹമ്മദ് ഗോത്രത്തിന്റെ കുലദൈവമായിട്ട് പിന്നീട് അത് മാറുകയാണ്. ഈ ദമസ്കോസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ ലുവായി എന്ന് പറഞ്ഞ ഗുസ ഗോത്രത്തിന്റെ തലവനാണ് ഈ അള്ളാഹുവിനെ കൊണ്ടുവന്ന് ഈ മക്ക എന്ന് പറഞ്ഞ ഈ കഅബയിൽ സ്ഥാപിച്ചത്. അത് പ്രധാന ദേവൻ, അവരുടെ പ്രധാന ദേവനായിരുന്നു ഗുസ ഗോത്രത്തിന്റെ. അത് ക്രമേണ എന്ത് ചെയ്തു, അത് ഖുറൈശി ഗോത്രത്തിന്റെ പ്രധാന ദേവനായി മാറിയെന്ന് ചരിത്രകാരനായ ഇബ്നുൽ ഇഷാഖ് സീറത്തു റസൂലുള്ളാഹി എന്ന് പറഞ്ഞ പുസ്തകത്തില് നമ്പർ 54 അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മുഹമ്മദിന്റെ ലൈഫ് എന്ന് പറഞ്ഞ പുസ്തകത്തില് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. അതിനു മുമ്പ് തന്നെ മുഹമ്മദിന്റെ പിതാവിന്റെ പിതാവായ അബ്ദുൽ മുത്തലിബ് ഹുമാലിന്റെ മുമ്പിൽ പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈ പുസ്തകത്തിനകത്ത് സീറത്തു റസൂലുള്ളാഹി എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ ജീവചരിത്രത്തിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് കാണാനായിട്ട് സാധിക്കും. മുഹമ്മദിന്റെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് മരിച്ചിരുന്നു. മുഹമ്മദിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും മുഹമ്മദ് ജനിക്കുന്നതിന് 4 വർഷം മുമ്പാണ് തന്റെ പിതാവ് അബ്ദുള്ള എന്ന പറഞ്ഞ വ്യക്തി മരിച്ചതെന്ന് പറയുന്നത്. അതിനുശേഷമാണ് 4 വർഷങ്ങൾക്ക് ശേഷമാണ് വാസ്തവത്തില് മുഹമ്മദ് ജനിക്കുന്നത്. മുഹമ്മദിനെ അന്ന് നാട്ടുകാര് വിളിച്ചിരുന്ന പേര് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്നുള്ള മരം എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം കുന്നിൻ ചെരുവിൽ ആരും പിടിച്ചു കൊണ്ടുപോയി നട്ടുണ്ടാക്കിയ ഒരു മരമല്ല. അപ്പൊ അങ്ങനെ മുഹമ്മദിനെ നാട്ടുകാര് വിളിച്ചിരുന്ന അവിഹിതമായി ജനിച്ചത് കൊണ്ട് മുഹമ്മദിന്റെ അപ്പം മരിച്ച്, അബ്ദുള്ള എന്ന് പറഞ്ഞ അപ്പം മരിച്ച് 4 കൊല്ലങ്ങൾക്ക് ശേഷം മുഹമ്മദ് ജനിച്ചത് കൊണ്ട് അന്നാട്ടിലെ ജനങ്ങള് മുഹമ്മദിനെ വിളിച്ചിരുന്നത് കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്നായിരുന്നു. അത് മുഹമ്മദിന് വാസ്തവത്തിൽ ഇഷ്ടമില്ലായിരുന്നു ആ വാക്ക് തന്നെ. അത് വളരെ വ്യക്തമായിട്ട് തന്നെ ചരിത്രങ്ങളുണ്ട്. അതുകൊണ്ട് മുഹമ്മദ് ജനിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ അപ്പന്റെ അപ്പൻ അബ്ദുള്ള എന്ന് പറഞ്ഞ
അപ്പന്റെ അപ്പൻ പേരക്കുട്ടിയെ ഹുബാലിന്റെ മുമ്പിൽ കൊണ്ടുപോയി അള്ളാഹുവിനെ സമർപ്പിച്ചതായി ദ ലൈഫ് ഓഫ് മുഹമ്മദ് പേജ് നമ്പർ 103 അല്ലെങ്കിൽ പേജ് നമ്പർ 70 വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. അതുപോലെ ഈ ഹുബാലി വിഗ്രഹത്തിന്റെ തലയില് ചന്ദ്രക്കല നക്ഷത്രം ഉണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ലേ ചന്ദ്രവർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുസ്ലിങ്ങളുടെ പള്ളികളില് അതുപോലെ പ്രധാനപ്പെട്ടതായ ഇടങ്ങളില് അവരുടെ കൊടിയിലൊക്കെ നമ്മൾ ചന്ദ്രക്കല കാണുന്നു. അപ്പൊ ഈ ചന്ദ്രക്കലയെല്ലാം തന്നെ ഉത്ഭവിച്ചത് ഈ ചന്ദ്രദേവനിൽ നിന്നാണ്. ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. കൊടികളിലൊക്കെ നമ്മൾ അത് കണ്ടുമുട്ടുന്നുണ്ട്. ഇവനുമായിട്ടുള്ളതായ ബന്ധം അതിനെ സൂചിപ്പിച്ചാണ് വാസ്തവത്തില് ഇവർ ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ യുബാലി എന്ന് പറഞ്ഞ ഈ ദേവൻ 2 കൈയുണ്ട്. 2 കൈയുണ്ടെങ്കിലും ആ 2 കൈയും വലത്തു ഭാഗത്താണ് ഈ അള്ളാഹു. വളരെ വ്യക്തമായിട്ട് തന്നെ ഇസ്ലാമിക ചരിത്രങ്ങളിൽ അത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നിസ്കരിക്കുമ്പോൾ ഇരിക്കുന്നതായ പ്രത്യേകതകള്, അതുപോലെ നമ്മളെ അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന കൈ 2 കൂടി വെച്ച് ഇതെല്ലാം തന്നെ ഇസ്ലാമിന് മുമ്പുള്ളതായ മതങ്ങളിൽ നിന്ന് വാസ്തവത്തിലെ എടുത്ത് ഉദ്ധരിക്കുന്നതായ സരസ്വയം മതങ്ങളെ പോലെയൊക്കെയുള്ളതായ മതങ്ങളിൽ നിന്ന് എടുക്കുകയും ആ ചിത്രങ്ങളൊക്കെ തന്നെ ആ ഇരുത്തം, ആ കാലെല്ലാം കൂടെ പിന്നിലോട്ട് വെച്ചുള്ള അവിടെ ഇരുത്തം, കൈ പൊക്കിയുള്ളതായ പ്രാർത്ഥനകള്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ കാര്യങ്ങളാണ്. മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം തന്നെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് കോപ്പി അടിച്ച് അതുപോലെ കോപ്പി അടിക്കുകയല്ല, പല ഭാഗങ്ങളിൽ നിന്നായി കോപ്പി അടിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതുപോലെ അള്ളാഹുവിന്റെ ചില പ്രത്യേകതകള് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാനൊക്കെയായിട്ട് സാധിക്കും. ഒന്ന്, അള്ളാഹു തുണി എടുത്തുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത്. അബൂ സഹീദ് പറയുന്നു, തിരുമേനി സല്ലല്ലാഹു അരുളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ രക്ഷിതാവ് പരലോകത്ത് വെച്ച് തന്റെ കണങ്കാലുകളിൽ നിന്ന് തുണി പൊക്കിപ്പിടിക്കും. സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാരും അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴും. അപ്പൊ അള്ളാഹു ഒരു മനുഷ്യനാണെന്നും തുണി എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണെന്നും സഹീൽ ബുഖാരി ചാപ്റ്റർ 65 1749 അത് മലയാളത്തിൽ തന്നെ അതിൻ്റെ അകത്തുണ്ട്. CN അഹമ്മദ് മൗലവിയുടെ ബുഖാരിയിൽ അള്ളാഹു തുണി എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ചരിത്രത്തിലേക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ ശാന്തിക്ക് വേണ്ടി അറബികൾ പ്രാർത്ഥിക്കാറുണ്ടായി. അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, അറബികൾ ആ ഒരു സ്വഭാവം ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ വാക്യം ഇബ്നു മസ്ഊദ് പറയുന്നു, തിരുമേനിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന് ശാന്തി ലഭിക്കട്ടെ, ജിബ്രീലിനും മീകായിലിനും ശാന്തി ലഭിക്കട്ടെ, ഇന്നിന്ന ആൾക്കാർക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സഹീഹുൽ ബുഖാരി ഹദീസ് നമ്പർ 452 CN അഹമ്മദ് മൗലവിയുടെ ഈ പുസ്തകത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് അതിന്റെ ചരിത്രങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിയതായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടല്ലേ, നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തത്, അള്ളാഹും മലക്കുകളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സാധാരണ 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ 5 പ്രാവശ്യം നിസ്കാരമുണ്ട് മുസ്ലിങ്ങൾ. ഈ 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോഴും ഓരോ മുസ്ലിമും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ അള്ളാഹും കൂടെ പ്രാർത്ഥിക്കുകയാണ് മുഹമ്മദിന് വേണ്ടി. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂ അലൻ നബിയ്യു യാ അയ്യുഹല്ലദീന ആമനൂ വസല്ലൂ തസ്ലീമ. അള്ളാഹുവും മലായികത്തീങ്ങളും മുഹമ്മദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ഇന്നല്ലാഹ വ മലായികത്തുഹു, അല്ലാഹുവും മലക്കുകളും പ്രാർത്ഥിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങളും മുഹമ്മദിന് ശാന്തിയും സമാധാനം കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. അപ്പൊ അള്ളാഹുവും പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തോടാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ല. മനസ്സിലായോ? അപ്പൊ അതിന് വ്യാഖ്യാനം കൊടുക്കുന്ന വേറെ രീതിയാണ് മുസ്ലിങ്ങൾ. വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് ചരിത്രം 33:56 അപ്പൊ അള്ളാഹു പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിനെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അതിന്റെ പുറമെ കോടാനകോടി മുസ്ലിങ്ങളും മുഹമ്മദിന് വേണ്ടി ഓരോ ദിവസവും ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ മുഹമ്മദിന് എന്ത് കിട്ടിയിട്ടില്ല? ഒരു ശാന്തിയോ സമാധാനമോ ഒന്നും തന്നെ ഇന്ന് വരെ മുഹമ്മദിന് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഏത് ദൈവത്തോടാണ് മുഹമ്മദ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ സൂറ 38:5 അള്ളാഹു തന്നെ ഇവൻ പല ദൈവങ്ങളെ ഒറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? അപ്പൊ ഈ 360 ദേവന്മാരെ പിടിച്ച് മുഹമ്മദ് എന്താക്കി? ഒരു ദൈവമാക്കി മാറ്റി, തന്റെ ഗോത്രദേവനാക്കി മാറ്റി. 38:5 വളരെ വ്യക്തമായിട്ട് മാറുക. തീർച്ചയായും ഇത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ പ്രാർത്ഥന പോലെ ഇതുവരെ എന്ത് ചെയ്യില്ല? കേൾക്കുന്നില്ല. മലക്കിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. കോടാനകോടി വിശ്വാസികളും ഓരോ ദിവസവും ഇന്നും 5 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ, ആ നിസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു മലക്കുകളും ഓരോ വിശ്വാസി അത് പറയുകയാണ്, വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തത് ഖുർആൻ വാക്യമാണ്. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമാക്കി രൂപപ്പെടുത്തി, അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി, തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി, എന്നിട്ട് ആ അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സിട്ടാവായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സിട്ടാവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. 23:14. അപ്പോ വേറെയും സിട്ടാവുണ്ട്. അതിനേക്കാൾ ഉന്നതമായ സിട്ടാവാണ് അള്ളാഹു എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു തന്നെ പറയാം. ഏറ്റവും നല്ല സിട്ടാവ് ആണ്, എന്നാൽ നല്ല അല്ലാത്ത സിട്ടാവും വ്യക്തമായിട്ടുണ്ട് എന്ന് ഖുർആനിൽ തന്നെ 23:14 പറയുന്നതായിട്ട് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. 4-മത്തത്, ആരാണ് അള്ളാഹുവിനെ സൃഷ്ടിച്ചതെന്ന് അറബികൾ ചോദിക്കുന്നു. അബൂ ഹുറൈറ പറഞ്ഞു, ഒരിക്കൽ ഞാൻ പള്ളിയിൽ ഉണ്ടായിരിക്കെ ഏതാനും അറബികൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അബൂ ഹുറൈറ, ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹുവെ സൃഷ്ടിച്ചത് ആരാണ്? അപ്പൊ അറബികളുടെ ഇടയില് സഹീഹുൽ മുസ്ലിം 17 വളരെ വ്യക്തമായി അവരുടെ സംശയങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായ ഒരു മറുപടി കൊടുക്കുവാനായിട്ട്, അവരെ ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കുവാനായിട്ട് ഇവനെ ആർക്കും ചെയ്തില്ലായിരുന്നു, സാധിച്ചില്ലായിരുന്നു. അള്ളാഹു ആരാണ്? അവരുടെ ആ ഉദരത്തിലുണ്ടായിരുന്ന, ചിന്തയിലുണ്ടായിരുന്ന ആ ദൈവമാണ് അറബികളെ എന്ത് ചെയ്തിരുന്നത്? ഈ 360 ദേവീദേവന്മാരെ ആരാധിച്ചിരുന്ന ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടെങ്കിലും അതിനൊരു വ്യക്തമായ ഉത്തരം ഈ അള്ളാഹുവോ അല്ലെങ്കിൽ മുഹമ്മദോ നൽകിയിരുന്നില്ല എന്ന് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5-മതായിട്ട് ഈ അള്ളാഹുവിന്റെ സിംഹാസനം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അള്ളാഹുവിനെ ചുമക്കുന്നവരാണോ യഥാർത്ഥ സൃഷ്ടികർത്താക്കൾ? നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനം 8 പേരാണ് ചുമക്കുക. ഖുർആൻ അല്ലെങ്കിൽ സൂറ 69:17 അബ്ദുല്ലാഹിബിൻ അബ്ബാസിൽ നിന്ന് നമ്മുടെ നാഥൻ അവന്റെ നാമം അനുഗ്രഹീതവും അത്യുന്നതവുമായിരിക്കുന്നു. വല്ല കാര്യവും തീരുമാനിച്ചാൽ ദൈവസിംഹാസനം ചുമക്കുന്നവൻ അവനെ പ്രകീർത്തിക്കും. ഈ അള്ളാഹുവിനെ ചുമന്നും കൊണ്ട് നടക്കുന്നവരായിട്ടാണ് ഖുർആൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആരാണ് വാസ്തവത്തിൽ ഒരു മനുഷ്യന്റെ എല്ലാവിധ സ്വഭാവങ്ങളും ഈ അള്ളാഹുവിന് ഉണ്ട് എന്നാണ് പറയുന്നത്. സഹീഹുൽ മുസ്ലിം ഹദീസ് നമ്പർ 1495
അള്ളാഹുവിനെ ചുമന്നും കൊണ്ട് നടക്കുക. 8 പേരാണ് ഈ അള്ളാഹുവിനെ ചുമന്നും കൊണ്ട് നടക്കുന്നത് എന്ന് ഖുർആൻ തന്നെ രേഖപ്പെടുത്തി. ഖുർആനിൽ മാത്രമല്ല, ഇസ്ലാമിക അവർ അംഗീകരിക്കുന്ന ഹദീസാണ് അതിനകത്ത്. അപ്പൊ ഈ അള്ളാഹു ആരാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 6-മത്തത്, അള്ളാഹുവിന്റെ സിംഹാസനം വിറക്കുന്ന എന്തുകൊണ്ട്? ഇപ്പോഴും വിറക്കുന്നുണ്ടോ? അപ്പൊ അവിടെ വിറക്കുന്നു എന്നാ പറയുന്നത്. ജാബിറുബിൻ അബ്ദുല്ലയിൽ നിന്ന് നിവേദനം, സഹദ് ബിനു മുആദിന്റെ ജനാസ അവരുടെ മുമ്പിൽ വെച്ചിരിക്കെ പ്രവാചകൻ പറഞ്ഞു, കാരുണ്യവാനായ ദൈവത്തെ അള്ളാഹുവിന്റെ സിംഹാസനം കൊണ്ട് വിറച്ചു. വിറക്കുന്ന ഒരു സിംഹാസനം. അപ്പൊ ആൾക്കാർ പിടിക്കുകയാണെങ്കിലും 8 പേര് ഈ സിംഹാസനം പിടിക്കുന്നുണ്ടെങ്കിലും ഈ സിംഹാസനം ഇങ്ങനെ ഇപ്പോഴും ചെയ്യാണ്, വിറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വ്യക്തിയാണ് അള്ളാഹു എന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 7-മത്, അള്ളാഹുവിന്റെ സിംഹാസനം വിറക്കുന്നത് കൊണ്ടാണോ മൂസാ നബി സിംഹാസനത്തെ പിടിച്ചിരിക്കുന്നത്? ഈ സിംഹാസനം പിടിച്ചിരിക്കുന്നത് മൂസാ നബിയാണെന്ന് പറഞ്ഞു. അബൂ ഹുറൈറയിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു, കാഹളം ഊതപ്പെടുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ വാന ഭൂലോകങ്ങളെല്ലാം മരിച്ചു വീഴും. വീണ്ടും അതിൽ ഊതപ്പെടുമ്പോൾ ഒന്നാമതായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ മൂസ ദൈവസിംഹാസനം പിടിച്ചു നിൽക്കുന്നുണ്ടാകും. സഹീഹുൽ മുസ്ലിം ഹദീസ് നമ്പർ 1612. അപ്പൊ ഈ സിംഹാസനം ഇളകാതിരിക്കാനായിട്ട് എപ്പോഴും പല ആൾക്കാരെ പിടിച്ചു നിന്നെങ്കിൽ മാത്രമേ ഈ സിംഹാസനം ഇളകാതിരിക്കൂ എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്ലാമിക ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ദൈവമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു രീതിയിലും മുൻ വേദങ്ങളായ ഗ്രന്ഥങ്ങളിൽ നോക്കുമ്പോൾ വിശുദ്ധനായ ദൈവത്തിന് ഇങ്ങനെയുള്ള തുണിയെടുത്ത് നടക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതായ സംഭവങ്ങളൊന്നും ഉള്ളതായി നമ്മൾക്ക് കാണാനായിട്ട് സാധ്യമല്ല. ദൈവം ആത്മാവാണെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അടുത്തത്, അള്ളാഹു എന്ന നാമം. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചുകൊള്ളുക, അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചുകൊള്ളുക. ഏത് തന്നെ നിങ്ങളെ വിളിക്കുകയാണെങ്കിലും അവനുള്ളതാകുന്നു. ഏറ്റവും ഉത്കൃഷ്ടനാമങ്ങൾ. നിന്റെ പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത്, അത് പതുക്കെയുമാക്കരുത്. അതിനിടയിലുള്ളതായ ഒരു മാർഗം നീ തേടിക്കൊള്ളുക. 17:110. കാരണം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഒരു മനുഷ്യന്റെ എല്ലാ രൂപവും അള്ളാഹുവിനുണ്ടല്ലോ. നമ്മളെ മനസ്സില് നമ്മൾ എന്ത് വിചാരിക്കുന്ന കാര്യങ്ങള് കുറച്ച് ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കേൾക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ പ്രാർത്ഥനയൊന്നും. അപ്പൊ അതുകൊണ്ട് നീ വലിയൊരു ശബ്ദത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല. എന്നാൽ ഏറ്റവും കുറച്ചും പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം കുറച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹ് കേൾക്കത്തില്ല. അങ്ങനെ ഒരു സൂറ വളരെ വ്യക്തമായിട്ട് തരാം. 17:110. ഇസ്ലാമിക വിശ്വാസ പ്രകാരം സഹാദ അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിന്നില്ല. മനസ്സിലായോ? അത് സഹീൽ ബുഖാരിയിലാണ്. ആധികാരികമായിട്ട് നമ്മൾ ഖുർആൻ വായിക്കുമ്പോഴേ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യങ്ങളും ഇതില്ല. മുസ്ലിം ആകണമെങ്കിൽ 5, 6, 11 കാര്യങ്ങൾ വിശ്വസിക്കണം. അതിന് ഇസ്ലാം കാര്യം എന്ന് പറയും, ഈമാൻ കാര്യം എന്ന് പറയും. അതിനകത്ത് ഈ ഖുർആനിനകത്ത് ഇങ്ങനെയൊന്നും കാണാനായിട്ട് പറ്റില്ല നമുക്ക്. അതെല്ലാം തന്നെ മറ്റുള്ള ചരിത്രങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത്, അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല. മുഹമ്മദ് പറയുകയാണ്, അള്ളാഹു അല്ലാതെ ഒരു ദൈവമില്ല. അതുപോലെ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്. ഇതിൽ അള്ളാഹു എന്ന പദം ദൈവം എന്ന് പരിഭാഷപ്പെടുത്തിയാൽ ദൈവമില്ലാതെ ഒരു ദൈവമില്ല എന്നാണ് പറയേണ്ടി വരിക. അല്ലായോ? അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് മുസ്ലിങ്ങളുടെ ആരാധനമൂർത്തിയുടെ പേരാണ് വാസ്തവത്തില് ഈ അള്ളാഹു എന്ന് പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അപ്പൊ അള്ളാഹു അല്ലാതെ ഒരു അള്ളാഹു അല്ലാതെ ഒരു അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അർത്ഥം? വാസ്തവത്തില് ഷഹാദ ചെല്ലുന്നതാ. അപ്പോൾ അതിനെ പുറമെ എന്ത് ചെയ്യാം, അള്ളാഹു എന്നുള്ള വാക്ക് ആ ദേവന്റെ പേരാണ്. അള്ളാഹു എന്ന് പറഞ്ഞ ദേവന്റെ പേരാണ്.
മോശ ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പൊ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് മോശയോട് ദൈവം പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിന്റെ പേരാണ് ദൈവം എന്നുള്ള വാക്ക് ഇലാഹ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് അറബികളുടെ ദൈവം, അല്ലാതെ യഹോവയല്ല എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ ഈ ഷഹാദയില് രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ മുസ്ലിങ്ങൾ ഷഹാദത്ത് ഓതുമ്പോഴേ ഇന്ന എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല. കാരണം അള്ളാഹുവിന്റെ വാക്ക് പറയുന്ന എവിടെല്ലാം മുഹമ്മദിന്റെ വാക്കും കൂടെ ചേർത്തു അള്ളാഹുവിനും മുഹമ്മദിനും ഒരേ സ്ഥാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നത്, ഇവിടെ വാസ്തവത്തിൽ അള്ളാഹു എന്നൊരു കഥാപാത്രം വാസ്തവത്തിലില്ല. അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദാണ്, മുഹമ്മദ് എന്ന് പറയുന്നതും അള്ളാഹു തന്നെയാണ്. അറബി ബൈബിളും ഖുർആനും വളരെ വ്യത്യസ്തമായ അർത്ഥത്തിലാണ് അള്ളാഹു എന്ന് പറഞ്ഞ പദം ഉപയോഗിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് അറിയാം നമുക്ക്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ നമ്മള് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്. മലയാളികൾ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരാ വരുന്നത്, ഓടി വരുന്നത്? അല്ലെങ്കിൽ യേശു കർത്താവോ അല്ലെങ്കിൽ യഹോവയായ ദൈവമായിരിക്കും. ഒരു ഹിന്ദു ദൈവമേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിലേക്ക് വരുന്നത് യഹോവയെ യേശുവല്ല, അവര് വിശ്വസിക്കുന്ന ദേവന്റെ പേരാ. ഒരു മുസ്ലിം ദൈവമേ എന്ന് വിളിച്ചാൽ യഹോവയല്ല, യേശുവല്ല, അല്ലെങ്കിൽ മറ്റേ ഹൈന്ദവർ വിളിക്കുന്ന ആ പേരുമല്ല അവന്റെ വിശ്വാസത്തിലേക്ക് ഓടി വരിക. അവന്റെ വിശ്വാസത്തിലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവാണ്. അതുപോലെ അറബികൾ ദൈവമേ എന്ന്, അല്ലെങ്കിൽ ക്രൈസ്തവര് ദൈവമേ എന്ന് വിളിച്ചത് അള്ളാഹുവേ എന്ന് വിളിച്ചപ്പോൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ ദൈവം എന്ന് പറയുന്നത് യാഹുവേ ദൈവം, അല്ലെങ്കിൽ ക്രൈസ്തവരെ വിശ്വസിക്കുന്നതായ യേശു ആകുന്ന ദൈവത്തെയാണ് അവരെ ചിന്തിച്ചിരുന്നത്. അവരെ പ്രതിഷ്ഠിച്ചിരുന്നതായ അന്നത്തെ കാലത്ത് ആ അറബിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയാണ്. അവർ ചിന്തിച്ചിരുന്നത്, ഇപ്പൊ ഞാൻ ദൈവമേ എന്ന് വിളിച്ചാൽ ഞാൻ അള്ളാഹുവിനല്ല ഓർക്കുന്നത്, ഞാൻ യഹോവയായ ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെയാണ് ഓർക്കുന്നത്. അതുപോലെ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യങ്ങള് അന്ന് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖുർആൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകത വേറെയുണ്ട്. ഖുർആനിലെ അള്ളാഹുവിനും പിശാചിനും ഒരേ സ്വഭാവമാണെന്ന് ഖുർആനിൽ പല ഭാഗങ്ങളിലും പറഞ്ഞു. എന്തൊക്കെയാണ് പിശാചിന്റെ സ്വഭാവം? ആ സ്വഭാവങ്ങളൊക്കെ അള്ളാഹുവിന് ഉണ്ടായിരുന്നു എന്ന് ഖുർആനിൽ തന്നെ ചില വാക്കുകൾ നമുക്ക് വായിക്കാം. ഖുർആനിലെ അള്ളാഹുവിനും പിശാചിനും ഏറ്റവും നല്ല സാദൃശ്യം, പിശാച് നരകത്തിലേക്കാണ് മനുഷ്യനെ ക്ഷണിക്കുന്നത്. സൂറ 31:21. ഫറവോനെയും മറ്റും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കിയത് അള്ളാഹുവാണ്. അപ്പൊ പിശാച് ആണ് നരകത്തിലേക്ക് ക്ഷണിക്കുന്നത്, അതുപോലെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന അള്ളാഹുവാണ്. സൂറ 28:41. 2. പിശാച് സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കും. സൂറ 29:38, 6:43. അള്ളാഹു സത്യനിഷേധികളുടെ പ്രവർത്തനം അവർക്ക് ഭംഗിയായി തോന്നിപ്പിക്കും. സൂറ 27:4. 3. പിശാച് സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കും. സൂറ 22:4. അള്ളാഹു സത്യനിഷേധികളെ നരകത്തിലേക്ക് നയിക്കും. സൂറ 19:86, 4:169. 4. പിശാച് പിന്നിലൂടെ മനുഷ്യനെ വലയം ചെയ്യും. സൂറ 7:17. അള്ളാഹു പിന്നിലൂടെ മനുഷ്യനെ വലയം ചെയ്യും. സൂറ 85:20. 5. പിശാച് സത്യനിഷേധികളെ വഞ്ചിക്കും. സൂറ 4:120. അള്ളാഹു സത്യനിഷേധികളെ വഞ്ചിക്കും. 4:142. 6. നരകം സത്യനിഷേധികളെ വലയം ചെയ്യും. സൂറ 29:54. അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്യും. സൂറ 2:19. 7.
ദുർമൂർത്തികളുടെ ദാസന്മാർ യുദ്ധം ചെയ്യുന്നവരാണ്. സൂറ 4:76. അള്ളാഹുവിന്റെ ദാസർ യുദ്ധം ചെയ്യുന്നവരാണ്. സൂറ 4:84. കേട്ട്, അനേകം ആളുകളെ പിശാച് നശിപ്പിച്ചു. സൂറ 36:62. അനേകം ആളുകളെ അള്ളാഹു നശിപ്പിച്ചു. 77:16. 9. പിശാച് തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും. സൂറ 3:175. അള്ളാഹു തന്റെ ദാസന്മാർക്ക് വേണ്ടി ശത്രുക്കളെ ഭയപ്പെടുത്തും. സൂറ 3:151. 10. പിശാച് മറവിയുണ്ടാക്കും. സൂറ 6:68. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിലേ ഓർമ്മിക്കൂ. സൂറ 74:56. 11. പിശാച് കുതന്ത്രം ഉപയോഗിക്കുന്നവനാണ്. സൂറ 4:76. അള്ളാഹു കുതന്ത്രം ഉണ്ടാക്കുന്നവനാണ്. സൂറ 6:123. ഇനിയും പല വാക്കുകളും. ഒരേ സ്വഭാവമുള്ള രണ്ട് വ്യക്തികളാണ് അള്ളാഹുവും പിശാചുമെന്ന് നമ്മൾ മറ്റുള്ള ഗ്രന്ഥങ്ങളിലല്ല അത് വായിക്കുന്നത്. മറിച്ച് ഖുർആനിൽ തന്നെ രേഖപ്പെടുത്തിയതായ കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇവിടുന്ന് ഈ 11 വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അതുപോലെ തന്നെ മുഹമ്മദ് മക്കയിൽ നിസ്കരിച്ചു കൊണ്ടിരുന്നായ സമയത്ത് നിസ്കരിച്ചുകൊണ്ട് സുജൂദിലേക്ക് പോകുമ്പോൾ മുഹമ്മദ് ലാത്തയും മനാത്തയും ഉസ്സയും അള്ളാഹുവിന്റെ പെമ്മക്കളാണെന്ന് പറയുകയും സുജൂദിലേക്ക് പോവുകയും ചെയ്തു. കുമ്പിട്ട് ഭാഗത സുജൂദ് എന്ന് പറയുന്നത് അതിലേക്ക് പോവുകയും ചെയ്തപ്പോൾ മലക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, അല്ലയോ മുഹമ്മദെ, താങ്കൾ എന്താണ് പറഞ്ഞത്? ലാത്തയും മനാത്തയും ഉസ്സയും അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് താങ്കൾ ഓതിയോ എന്ന് ചോദിച്ചു. മുഹമ്മദ് പറഞ്ഞു, ഞാൻ ഓതി. വാസ്തവത്തിൽ ആ ഓതാനായിട്ട് ആരാണ് പ്രചോദനം നൽകിയത്? വാസ്തവത്തിൽ ഈ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് ദൈവമാണോ പറഞ്ഞത്, അതോ പിശാചാണോ പറഞ്ഞത്? വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഖുർആൻ രചിച്ചതിന്റെ പിമ്പിലും ഈ കാര്യങ്ങളൊക്കെ മുഹമ്മദിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നതെല്ലാം തന്നെ ഒരു പൈശാചിക ശക്തിയാണെന്ന് വളരെ വ്യക്തമായി ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അള്ളാഹുവിന്റെ സ്വഭാവ വിശേഷത. അറബി ബൈബിളും ഖുർആനും അള്ളാഹു എന്ന പദം അർത്ഥമാക്കുന്നത് ഒരു ദൈവത്തെയാണ് എന്ന് നമ്മളിപ്പം ചിന്തിച്ചല്ലോ. അള്ളാഹുവിന്റെ സ്വഭാവം എല്ലായിരുന്നു ബൈബിളിലെ ദൈവത്തിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തവുമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രകൃതി ഒന്ന്. ബൈബിളിലെ ദൈവം ആത്മാവാണെന്ന് പറയും. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 4-ാം അധ്യായത്തില് നമ്മൾ വളരെ വായിക്കുന്നുണ്ട്, ആത്മാവിൽ സത്യത്തിലുമാണ് ദൈവത്തെ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടെന്ന് പറ. അപ്പൊ ദൈവം ആരാണ്? ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഖുർആൻ പറയുന്ന ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാണമാണവൻ. അവന് എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? അവന് കൂട്ടുകാരിയില്ലല്ലോ. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ്. അവൻ എല്ലാ കാര്യത്തെ പറ്റി അറിയുന്നവനാണ്. അപ്പോൾ ഈ പ്രകൃതി, അള്ളാഹുവിന് ഒരു പ്രകൃതി ഉണ്ടെങ്കിൽ, അള്ളാഹുവിന് ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന് സൃഷ്ടി നടക്കുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും? ആകാശം ഭൂമി ഉണ്ടായി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ദൈവത്തിന് ഒരു കൂട്ടുകാരിയുടെ ആവശ്യമില്ല. ആദമിനെ ദൈവം മണ്ണിൽ നിന്നെടുത്ത് രൂപപ്പെടുത്തി അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് വായിക്കുന്നത്. നമ്മളവിടെ വിശുദ്ധ ബൈബിളില് വളരെ വ്യക്തമായിട്ട് തന്നെ 1-ാം അധ്യായം തുടർന്ന് വായിക്കുമ്പോൾ 6 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല ചരാചരങ്ങൾ സൃഷ്ടിച്ചു. അവസാനം ആദമിനെ സൃഷ്ടിച്ചു. ആദമിന് തക്ക തുണ അവയെ കൊടുത്തെന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് അവരുടെ സന്തതിയായിട്ട് ഇങ്ങനെ അങ്ങ് വരികയാണ്. സന്തതിയായിട്ട് ദൈവം അങ്ങനെയാണ് വിശുദ്ധ ബൈബിളില് നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയുന്നത്. ഉൽപ്പത്തി 1, 2, 3, 4 അധ്യായങ്ങൾ വായിക്കുമ്പോഴേ പിന്നീട് അവര് പാപത്തിലേക്ക് പോയതായ കാര്യങ്ങള് ഉൽപ്പത്തി 3-ാം അധ്യായം, പിന്നെ കായിന്റെ കാര്യങ്ങള്, ആബേലിന്റെ കാര്യങ്ങൾ 4-ാം അധ്യായത്തിലൊക്കെ നമ്മളത് വളരെ വ്യക്തമായി അക്കമിട്ടുകൊണ്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് തന്നെ
നമ്മൾ അവരുടെ ജനനത്തെക്കുറിച്ച് അവരുടെ മരണത്തെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടി നടത്തണമെങ്കിൽ ഒരു കൂട്ടുകാരി ഇല്ലാത്തതായ ഒരു ബലഹീനത അള്ളാഹുവിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു. അടുത്തത് അള്ളാഹുവിന് നിഴലുണ്ടെന്നാ പറയുന്നത്. സഹീഹുൽ ബുഖാരി ബുക്ക് നമ്പർ 24 ഹദീസ് നമ്പർ 504 നമ്മൾ കാണുന്നു. അപ്പോ ആത്മാവായ ദൈവത്തിന് നിഴലുണ്ടാവുകയില്ല, നമുക്ക് കാണാൻ പറ്റില്ല ദൈവത്തെ. ബൈബിളിലെ ദൈവം ആത്മാവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് ആത്മാവാണെന്ന് കൊരിന്ത്യ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനായി അവതരിക്കുകയാണ് കർത്താവ്. ദൈവമായിരുന്നവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്തായിട്ടൊരു ജഡമായിട്ട് തീർന്നു, മനുഷ്യനായി പൂർണ്ണ മനുഷ്യനായിട്ട് വരികയായിരുന്നു. അപ്പൊ മനുഷ്യൻ എന്തുണ്ടാകും? നിഴലുണ്ടാകും. എന്നാൽ ദൈവത്തിന് എന്തില്ല? നിഴലില്ല. എന്നാൽ അള്ളാഹുവിന് എന്തുണ്ട്? ഖുർആനിൽ പറയുന്ന, ഹദീസിൽ പറയുന്നത്, സഹിയായ ഹദീസിൽ പറയുന്ന അള്ളാഹുവിന് നിഴലുണ്ട്. സഹീഹ് ബുഖാരിയിൽ പറയാം. അടുത്തത് അള്ളാഹുവിന് കൃത്യമായൊരു ഉയരമുള്ള ഒരു വ്യക്തിയാണ്. 90 അടി ഉയരമുള്ള ഒരു വ്യക്തിയാണ് ആര്? അള്ളാഹു എന്ന് പറഞ്ഞ ദൈവം. അത് സഹീഹുൽ മുസ്ലിം ബുക്ക് നമ്പർ 40 ഹദീസ് നമ്പർ 6809 വളരെ വ്യക്തമായിട്ട് തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉയരമുള്ള 60 കുബിക് എന്ന് പറയുക. അങ്ങനെ ഉയരമുള്ളതായ ഒരു ദൈവമാണ്. കാരണം മനുഷ്യൻ എങ്ങനെയാണോ അതുപോലെയാണ്. 2 കൈയുണ്ട്, ആത്മാവല്ല. അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയാണ്. ഇസ്ലാമിലെ അള്ളാഹു എന്നാണ് നമുക്ക് അതിൽ നിന്ന് വളരെ വ്യക്തമായി ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ, ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അടുത്തത് അള്ളാഹു ഒറ്റക്കണ്ണനല്ല, അള്ളാഹുവിന് 2 കണ്ണുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അള്ളാഹു ഒറ്റക്കണ്ണനല്ല എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത്തിന്റെ കാരണം, ഇബ്ലീസിന് ഒറ്റ കണ്ണാണുള്ളത്, അത് നെറ്റിയുടെ പുറത്താണ് ഇബ്ലീസിന്റെ കണ്ണ്. അപ്പൊ അള്ളാഹു ഒറ്റക്കണ്ണനല്ല, അള്ളാഹുവിന് 2 കണ്ണുണ്ട്. ഒറ്റക്കണ്ണനെ പോലെ ഇബ്ലീസിനെ പോലെയല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന് 2 കണ്ണുള്ളത് എന്നാണ് പറയുന്നത്. അബൂ ദാവൂദ് ബുക്ക് നമ്പർ 37 ഹദീസ് നമ്പർ 4306 പറയുകയാണ് അള്ളാഹുവിന് 2 കണ്ണുണ്ട്, ഒറ്റക്കണ്ണനല്ല അള്ളാഹു എന്നുള്ളത്. അപ്പോൾ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് അള്ളാഹു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇസ്ലാമിലെ ആന്റി ക്രൈസ്റ്റ് ആണ് ഒറ്റക്കണ്ണൻ. അള്ളാഹുവിന് പല രൂപങ്ങളുണ്ടെന്ന് പറയുന്നു. അതുപോലെ ഹദീസ് നമ്പർ വാള്യം 76 ഹദീസ് നമ്പർ 577 പലവിധമായ രൂപങ്ങളിലൂടെയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? പ്രത്യക്ഷപ്പെടുന്നത് എന്നും കൂടെ അവിടെ പറയുന്നുണ്ട്. ബൈബിളിലെ ദൈവമായ കർത്താവിനെ അശരീരിയായി അവതരിപ്പിക്കുമ്പോൾ, ആത്മായായി അവതരിപ്പിക്കുമ്പോൾ ഖുർആൻ അവതരിപ്പിക്കുന്നത് മാനുഷികമായ ശരീര പ്രകൃതിയോട് കൂടിയുള്ളതായ ഒരു അള്ളാഹുവിനെയാണ് നമുക്ക് ഇസ്ലാം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? കർത്താവ് പറയുന്നുണ്ട്, 2 or 3 പേര് എന്റെ നാമത്തിൽ കൂടി വരുന്ന അവരുടെ മധ്യയുണ്ട്. നമുക്ക് കാണാനായിട്ട് പറ്റുകയില്ല. ദൈവം ആത്മാവായി, ദൈവം തന്റെ മക്കള് പ്രാർത്ഥിക്കുന്ന അവരുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹു അങ്ങനെയല്ല കടന്നു വരുന്നത്. അള്ളാഹു ശരീരത്തോട് ഒരു വ്യക്തിപരമായിട്ടൊരു ബന്ധം ഒരു ഇസ്ലാമും അള്ളാഹുമായിട്ടില്ല. അത് ക്ഷമിക്കപ്പെടാത്തൊരു പാപം. അല്ലയോ? അതാണ് അവിടെ കാണുന്നത്. നമുക്ക് ഓരോ വ്യക്തികൾക്കും, എനിക്ക് പല പ്രാവശ്യമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കടന്ന സമയത്ത് തമ്പുരാൻ എനിക്ക് പ്രത്യക്ഷപ്പെടുകയും വ്യക്തിപരമായി എന്നോട് സംസാരിക്കുകയും ചെയ്ത ഒരു പ്രത്യേക അനുഭവം എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ളതായ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം അള്ളാഹുവും തന്റെ അനുയായികളും തമ്മിലുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം മുഹമ്മദിനോട് പോലും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? നേരിട്ട് സംസാരിച്ചു. ദൈവം തമ്പുരാൻ പ്രവാചകന്മാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എല്ലാ ബൈബിൾ വായിക്കുമ്പോൾ ആദം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ, ആദം പ്രവാചകൻ അല്ലെങ്കിൽ പോലും ആദാമിനെ സൃഷ്ടിച്ച സമയത്ത്
ആദമിനോട് ആദമേ നീ എവിടെയാണെന്ന് ചോദിച്ചു. അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ചു. ഓരോ പ്രവാചകന്മാരെടുക്കുക, അവരോടെല്ലാം വ്യക്തിപരമായിട്ട് ദൈവം സംസാരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബൈബിൾ. എന്നാൽ അള്ളാഹു ആകട്ടെ തന്റെ പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദിനോട് പോലും നേരിട്ട് സംസാരിക്കാൻ കഴിയും. മനസ്സിലായോ? അത് മാത്രമല്ല, സർവശക്തനായ അള്ളാഹുവിന് ഒരു കൂട്ടുകാരി ഇല്ലാതെ ഒരു പുത്രന് ജന്മം നൽകാൻ കഴിയില്ല എന്ന് പറയുന്നു. ഖുർആൻ അതാണ് പറയുന്നത്. അങ്ങനെ സൃഷ്ടിക്കാനായിട്ട് കഴിയില്ല. രണ്ട് സ്വഭാവം, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം എന്നാണ് ബൈബിൾ പറയുന്നത്. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവം സ്നേഹമാകുന്നു നമ്മൾ വായിക്കുന്നത്, അല്ലേ? പക്ഷെ അള്ളാഹു സ്നേഹമാണ് എന്ന് പറയുന്നത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 8 വരെയുള്ള വാക്കും വായിക്കുമ്പോഴേ അതാണ് വായിക്കുന്നത്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഖുർആനിൽ അള്ളാഹുവിനെ 99 പേരുള്ളതായിട്ട് ഖുർആൻ പറയുന്നു. അതിൽ സ്നേഹം എന്നുള്ളൊരു പേര് അള്ളാഹുവിനില്ല. മനസ്സിലായോ? ബൈബിളിൽ ദൈവം സ്നേഹമാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യൻ എല്ലാ സ്വഭാവവും സ്വീകരിക്കുന്ന അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവാണല്ലോ മാതൃക, അല്ലേ? അപ്പൊ അള്ളാഹുവിന് സ്നേഹമില്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യന് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയും എന്നുള്ളതാ. അപ്പോൾ ദൈവം സ്നേഹമായിരുന്നത് കൊണ്ട് തന്റെ മക്കളൊക്കെ നിങ്ങൾ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച കർത്താവായ യേശുക്രിസ്തുവാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതൃക എന്ന് പറയുന്നത്. അള്ളാഹു സ്നേഹമില്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുയായികൾക്ക് എങ്ങനെയാ സ്നേഹിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഈ ഭൂമിയിൽ സഹകരിച്ച് ജീവിക്കാനായിട്ട് പറ്റുക? അള്ളാഹു സ്നേഹമല്ല. മനസ്സിലായോ? ആ ഇസ്ലാം സ്നേഹിക്കുന്ന അള്ളാഹു സ്നേഹമാണെന്ന് പറയുന്നത് ദൈവദൂഷണമായിട്ടാണ് കണക്കാക്കുന്ന ഇസ്ലാം. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. മൂന്നാമതായിട്ട് അസ്തിത്വവും വ്യക്തിത്വവും. ബൈബിൾ പറയുന്ന ഇസ്രായേലെ കേൾക്ക്, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. ആവർത്തന പുസ്തകം 6:4. എന്റെ സമീപം വന്നത് കേൾക്ക്, ആദ്യം മുതലേ ഞാൻ രഹസ്യമായി സംസാരിച്ചത് വരെ ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ദൈവമായ കർത്താവ് എന്നെയും ആത്മാവിനെയും അയച്ചിരിക്കുന്നു. യെശയ്യാവ് 48:16. വളരെ വ്യക്തമായിട്ട് പറയാം. അപ്പൊ ദൈവത്തിന് എന്തുണ്ട്? അസ്തിത്വമുണ്ട്, ദൈവത്തിന് വ്യക്തിത്വമുണ്ട് എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് പറയാം. പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട് അതേ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ സ്നാന സമയത്ത് കർത്താവിന്റെ മേലിൽ വന്നിരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നീ എന്റെ പ്രിയപുത്രൻ, ഇനി ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരേ സമയത്ത് തന്നെ 3 ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, യേശു കർത്താവ് മനുഷ്യനായി അവതരിച്ച ശബ്ദം, പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്ന ശബ്ദം. ആ 3 ശബ്ദം ഒരുപോലെ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരാളാണ്, ഞാൻ ഏകനാണ്. എനിക്ക് എന്തുണ്ട്? ജീവനുണ്ട്, എനിക്ക് ശരീരമുണ്ട്, എനിക്ക് ആത്മാവുണ്ട്. അപ്പൊ ഞാൻ മൂന്നല്ലല്ലോ, ഞാൻ ഒന്നല്ലേ? അതുപോലെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ആത്മാവ്, ഏകത്വത്തിലാണ് ദൈവമായിരിക്കുന്നത്. അതായോ? ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ മൂന്നുണ്ടതുകൊണ്ട് ഞാൻ മൂന്നായിട്ട് നടക്കുക? ഇപ്പൊ മൂന്നായിട്ട് നടക്കുന്നില്ലല്ലോ. എനിക്ക് എന്റെ ശരീരമുണ്ട്, എനിക്ക് ജീവനുണ്ട്, എനിക്ക് ആത്മാവുണ്ട്.
ഈ മൂന്നും ഒന്ന് തന്നെയാണ്. ഇതുപോലെ ദൈവത്തിന്റെ സ്വഭാവം വളരെ വ്യക്തമായിട്ട് തന്നെ വിശുദ്ധ ബൈബിളിലെ നമുക്ക് കാണുവാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. ബൈബിൾ അവതരിപ്പിക്കുന്ന ദൈവം എന്ന് പറഞ്ഞ ത്രിയേക ദൈവമാണ്. മനസ്സിലായോ? ത്രിയേക ദൈവം. എന്നാൽ അള്ളാഹു ത്രിയേക ദൈവനല്ല എന്നാ പറയാം. അള്ളാഹു അനേകരിൽ ഒരുവനാണ്. മുസ്ലിങ്ങൾ സാധാരണ പറയും അള്ളാഹു ഏകദൈവമാണ്. ഏകദൈവം എന്നുള്ളൊരു സിദ്ധാന്തം ഖുർആൻ പഠിച്ചാൽ നമുക്ക് എവിടെയും കാണുവാനായിട്ട് സാധ്യമല്ല. അതിന് അവർ ഏകദൈവം എന്നുള്ള ഉപയോഗിക്കുന്നതിന് ഇഖ്ലാസ് എന്ന് പറഞ്ഞ സൂറ 112 സൂറയാണ് അവർ ഉപയോഗിക്കുന്നത്. സാധാരണ അള്ളാഹു ഏകൻ, അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോൾ ആദ്യം അവർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഓതുന്നത് കുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറയുക, അള്ളാഹു ഏകനാകുന്നു, അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല, അവന് തുല്യനായി ആരുമില്ല. അഹദ് എന്നുള്ള വാക്കാണ് സാധാരണ മുസ്ലിങ്ങൾ പറയുന്ന ഏകനായിട്ട് ഉപയോഗിക്കും. ഈ ഏകൻ എന്നുള്ള അഹദ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏകൻ എന്നല്ല. നമ്മളിൽ ഒരുവൻ, 360 ഒരുവൻ, അവരിൽ ഒരുവൻ, ഇവരിൽ ഒരുവൻ, കൂട്ടത്തിൽ ഒരുവൻ എന്നീ വാക്കുകൾക്കാണ് മറ്റ് പല ഭാഗങ്ങളിലും അഹദ് എന്നുള്ള വാക്ക് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഒരു രീതിയിലും ഇസ്ലാമിലെ ദൈവം ഏകദൈവമല്ല, മറിച്ച് അനേകരിൽ ഒരു ദൈവമായിട്ടാണ് ഖുർആനിൽ ഇതെല്ലാം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അഹദ്. ഇപ്പൊ നിങ്ങളോട് ആര് ചോദിക്കാം നിങ്ങളുടെ ദൈവം ഏകനാണെന്ന് ചോദിച്ചാൽ അപ്പൊ പറയും അവര് ഇഖ്ലാസ് എന്ന സൂറത്ത് ഓതും. സൂറത്ത് എടുത്തിട്ട് പറയും അള്ളാഹു ഏകനാണ്. 85ഓളം ഭാഗങ്ങളിൽ ഖുർആനിൽ അഹദ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അഹദ് എന്നുള്ള വാക്കിനെല്ലാം തന്നെ അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏകദൈവം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളിൽ ഒരുവൻ, അവരിൽ ഒരുവൻ. 360 ദേവീദേവന്മാരെയാണല്ലോ അവർ ആരാധിച്ചിരുന്നത്. അതിൽ ഒരുവൻ, അങ്ങനെയുള്ള അർത്ഥമാണ്. അല്ലാതെ ഏകദൈവ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു ഏകദൈവം ഇല്ല. അങ്ങനെ ആ ചിന്താഗതി എന്ത് ചെയ്തു? മുഹമ്മദ് കൊണ്ടുവന്നതാണ്. അതുപോലെ ഒരു ഉദാഹരണം നമ്മൾ വായിക്കുക, 23:14 നമ്മൾ വായിക്കുമ്പോൾ ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബഹുദൈവ വിശ്വാസികളിൽ ഒരുവൻ, 2:96. അപ്പൊ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഖുർആനിലൊക്കെയും ഏകദൈവ സിദ്ധാന്തം ഇസ്ലാമിൽ നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. 2:136 പ്രവാചകന്മാരിൽ ഒരുവൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന അഹദ് എന്നുള്ള ഭാഗം. 2:136. അതുപോലെ തന്നെ 9:84 വിശ്വാസികളിൽ ഒരുവന്റെ ഖബറിനരികെ എന്ന് പ്രാർത്ഥിക്കരുത്. വിശ്വാസികളിൽ എന്ന് പറഞ്ഞാൽ ഏകനാണോ? അവിടെയും അഹദ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 9:84 വളരെ വ്യക്തമായി ഖുർആൻ പഠിക്കുമ്പോൾ ഈ വാക്ക് നമ്മള് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോ ഇസ്ലാമിലെ അള്ളാഹു എന്ന് പറയുന്നത് ഏകദൈവമല്ല, ആത്മാവല്ല, മറ്റൊന്നും തന്നെ അല്ല എന്നുള്ള കാര്യം വളരെ അക്കമിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളും മറ്റു ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ നമുക്ക് ഒരു ദൈവത്തെ ഇസ്ലാമിൽ കാണുവാനായിട്ട് സാധ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ തന്റെ പ്രവർത്തനം ആരംഭിച്ചത് നിങ്ങൾ മാനസാന്തരപ്പെടുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് ആ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക എന്നുള്ളതായിരുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിന് ആഗമനത്തിന്റെ ഉദ്ദേശം തന്നെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകി. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഒന്നാമത്തെ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനെ കുറിച്ച് പറയുന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി ഈ ഭൂമിയിൽ അവതരിച്ചു. ദൈവം തന്നെ ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം. പാപമാണ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പാപമാണ് മനുഷ്യനെ മരണത്തിലേക്ക് നയിച്ചത്. പാപമാണ് മനുഷ്യനെ രോഗികളാക്കി മാറ്റിയത്. പാപമാണ് മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം പാപമാണ്. അപ്പൊ പാപത്തിന് പരിഹാരം നൽകുവാൻ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്ന 1-ാം അധ്യായത്തിൽ അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന എന്തിനാണ്? അത്ഭുതം ചെയ്യാനായിട്ടല്ല, അടയാളം ചെയ്യാനായിട്ടല്ല. മറ്റു പ്രവാചകന്മാരൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മോശ ചെയ്തിട്ടുണ്ട്, ഏലിശെല്ലാം ചെയ്തിട്ടുണ്ട്. അത്ഭുതങ്ങൾ ചെയ്യാനല്ല കടന്നു വന്നത്. യേശു അത്ഭുതം ചെയ്തത് കൊണ്ടല്ല ദൈവമായിരുന്നവൻ മനുഷ്യനായി അവതരിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൽ ദൂതൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അവൻ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, പാപങ്ങൾ രക്ഷിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. അപ്പൊ ഓരോ മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം നൽകുവാനാണ് യേശു കർത്താവ് ദൈവമായിരുന്നവൻ, സ്വർഗത്തിൽ പിതാവിനോടുകൂടെ ആയിരുന്നവൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യന്റെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ചു. അവന്റെ അടുത്തേക്ക് വന്നവരൊക്കെ അവർക്ക് ഓരോരുത്തരോടും പറയുന്ന സുവിശേഷം പറയാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒരു പ്രസംഗ വിഷയമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി ചിന്തിച്ചു നോക്കിയാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസംഗ വിഷയമുണ്ട്. അതാരാ? അത് കർത്താവായ യേശു ക്രിസ്തു. എന്റെ പ്രശ്നത്തിന് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. എന്നാൽ ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? ഒന്നാമത് പാപമാണ്. പ്രവാചകൻ തന്നെ പാപിയാണെന്ന് പറയുന്നില്ല. ആദ്യം അവസാനം നീ പാപിയാണെന്ന് പറയുന്നത്. പാപത്തിന് പരിഹാരമുണ്ടോ? അള്ളാഹു പോലും പാപം മോചിച്ചു കൊടുക്കാനായിട്ട് അള്ളാഹുവിന് കഴിഞ്ഞതായിട്ട് ഖുർആനിൽ എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പാപത്തിന് പരിഹാരം, പിശാചിൽ നിന്നുള്ള പരിഹാരം. പിശാചിനെ പുറത്താക്കുന്നു കർത്താവ്. തന്റെ ശിഷ്യന്മാരോട് ചെയ്തതായിട്ട് പറയുക. മുഹമ്മദ് നബി പോലും എന്തായത് പിശാച് ബാധിതനായിട്ട് തീർന്നു എന്ന ഹദീസിൽ പറയുന്നത്. പിശാച് ബാധിതനായി ചെയ്യാത്ത കാര്യങ്ങളും പറയാത്ത കാര്യങ്ങളും ചെയ്യുകയും പറയുകയും ചെയ്തു എന്നുള്ള കാര്യം തന്റെ ഭാര്യയായ ആയിഷ വളരെ വ്യക്തമായി ഹദീസിൽ പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളാണ്. മാനസിക വിഭ്രാന്തി മുഹമ്മദിനുണ്ടായി. അതിനു പുറമെ പറയാൻ പറ്റാത്തതായ പല കാര്യങ്ങളും ഇസ്ലാമിക ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നു. നീ മുഹമ്മദിന്റെ പ്രവാചകത്വത്തിലേക്ക് നോക്കുക. മുഹമ്മദ് ഹീറാ ഗുഹയിൽ മുഹമ്മദിന്റെ മക്കളുടെ മരണം 7-8 പേര് മക്കളുണ്ടായിരുന്നു എന്നാണ് ചില മുസ്ലിം പണ്ഡിതന്മാര് പറയുന്നത്. 7 അല്ലെങ്കിൽ 8. തന്റെ ഭാര്യ ഖദീജ, ആദ്യത്തെ ഭാര്യയാണ് ഖദീജ എന്ന് പറയുന്നത്. ഖദീജയ്ക്ക് 40 വയസ്സും മുഹമ്മദിന് 23 അല്ലെങ്കിൽ 25 വയസ്സിലാണ് മുഹമ്മദ് ഖദീജയെ വിവാഹം കഴിക്കുന്നത്. അന്ന് മുഹമ്മദ് അനാഥയായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മുഹമ്മദിനെ കുന്നിൻ ചെരുവിലെ ഈന്തപ്പന എന്ന അപരനാമത്തിലാണ് അന്നത്തെ കാലത്ത് അറേബ്യയിൽ അറിയപ്പെട്ടിരുന്നത്. അത് മുഹമ്മദിന് ഇഷ്ടമില്ലായിരുന്നു. വാസ്തവത്തിൽ അടിമയായി ഖദീജ ഒരു വലിയൊരു ബിസിനസ്സുകാരിയായിരുന്നു. 3-4 വിവാഹം കഴിച്ച് വിധവയായ ഒരു സ്ത്രീയായിരുന്നു ഈ ഖദീജ എന്ന് പറയുന്നത്.
ഈ ഖദീജയുടെ അടുത്ത് മുഹമ്മദിനെ ആരോ കൊണ്ടുവന്ന് അവരെ ബിസിനസ്സിൽ അവരെ ആക്കുകയാണ് അടിമയായിട്ട്. അങ്ങനെ ഖദീജയുടെ ബിസിനസ്സില് മുഹമ്മദും പങ്കുചേർന്നു. ഈ സിറിയ അതുപോലെയുള്ള മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ ഖദീജയുടെ ഒരു ജോലിക്കാരനായ അടിമയായി മുഹമ്മദ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവള് വിധവയായിട്ട് 3 അല്ലെങ്കിൽ 4 വിവാഹം കഴിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഖദീജയെ ഇഷ്ടപ്പെട്ടു മുഹമ്മദ്. അന്ന് മുഹമ്മദിന് സാമ്പത്തികമില്ല, അടിമയായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഖദീജ മുഹമ്മദിന് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നത്. 40 വയസ്സ് ഖദീജയ്ക്ക്, 23 അല്ലെങ്കിൽ 25 വയസ്സ് മുഹമ്മദിന്. ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമില്ല. അവന് ഖദീജയുടെ പിതാവിന് ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ മദ്യം കൊടുത്ത് മയക്കിയാണ് അന്ന് രാത്രി മുഹമ്മദും ഖദീജയും തമ്മിൽ വിവാഹം കഴിച്ചത് എന്നാണ് പറയുന്നത്. ഇസ്ലാമിലെ കല്യാണം കഴിക്കുന്നത് വാസ്തവത്തിൽ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1 പണത്തിന് വേണ്ടി, 2 പ്രതാപത്തിന് വേണ്ടി, പ്രതാപം ലഭിക്കാനായിട്ട്, 3 സൗന്ദര്യം നോക്കി, 4 മതം നോക്കി. ഈ 4 കാര്യങ്ങളിൽ മുഹമ്മദിന്റെ മൊത്തം വിവാഹം എടുത്താൽ 2 or 3 കാര്യങ്ങൾ എല്ലാ വിവാഹത്തിലും ഉണ്ടാകും. മുഹമ്മദിന് അന്ന് പണമില്ലായിരുന്നു. മുഹമ്മദിന് പണം ഉണ്ടാകണമെങ്കിൽ ഈ വിധവയായ പണക്കാരിയായ ഖദീജ വിവാഹം കഴിക്കണമായിരുന്നു. അങ്ങനെ പണത്തിന് വേണ്ടി മുഹമ്മദ് കല്യാണം കഴിച്ചു. രണ്ടാമത്തത്, ഈ ഖദീജയ്ക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. ബിസിനസ്സുകാരിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ഗോത്രത്തിലെ നല്ല ഒരു സ്ഥാനമുള്ള ഒരു മഹതിയായിരുന്നു ഈ ഖദീജ എന്ന് പറയുന്നത്. അപ്പോ കുന്നിൻചെറിയിലെ ഈന്തപ്പന എന്നുള്ള ഈ പേര് മാറ്റിക്കളയാൻ ഖദീജ വിവാഹം കഴിക്കുന്ന നല്ലതാണ് മുഹമ്മദ് ചിന്തിച്ചു. അങ്ങനെയാണ് ഇവര് രണ്ടുപേരും കല്യാണം കഴിക്കുന്നത്. ആ കല്യാണത്തിൽ 6 or 7 പേരുണ്ടെന്ന് പറയുന്നുണ്ട്. ആ കുട്ടികളെ ഒന്നൊരു കുട്ടി ഒഴിച്ചല്ല, ഫാത്തിമ എന്ന് പറഞ്ഞ മകൾ ഒഴിച്ചെല്ലാം തന്നെ മരിക്കുകയാണ് മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. അങ്ങനെ മാനസികമായി ആകെ മുഹമ്മദ് തളർന്നു. ഇന്നത്തെ കാലത്ത് അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു, ഒരു നിശ്ചിത സമയം വരെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ധ്യാനത്തിനിരിക്കുന്നു. ആ ധ്യാനത്തിന് പ്രത്യേകിച്ച് അവർ പേര് കൊടുത്തിരുന്നത് തഹനൂസ് എന്നും തഹനൂഫ് എന്നുമായിരുന്നു അങ്ങനെ വിളിച്ചിരുന്നു. അങ്ങനെ മുഹമ്മദ് ധ്യാനനിരതനായി. മുഹമ്മദ് ഈ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് ഈറ എന്നൊരു ഗുഹയിലാണ്. അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുഹമ്മദിന്റെ അടുത്ത് ആരോ വന്നു എന്നാണ് പറയുന്നത്. വന്നിട്ട് പറഞ്ഞു, വായിക്കുക. മുഹമ്മദ് പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. അതിന് 3 അഭിപ്രായങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത്, അവിടെ വന്നത് ഒരു പൈശാചിക ശക്തിയാണ് മുഹമ്മദിനെ വന്നത്. ഒന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പിശാച് ദൈവദൂതന്റെ വേഷം ധരിക്കുന്നു എന്ന് ബൈബിളിൽ ഒരു ഭാഗത്ത് പറയുന്നു. രണ്ടാമത്തെ പറയുന്ന മുസ്ലിങ്ങൾ പറയും അത് ജിബ്രീൽ എന്ന മലക്കാണ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയും യുക്തിവാദികളെ സംബന്ധിച്ചോട്, യുക്തിവാദികളെ പോലുള്ളതായ വ്യക്തികൾ പറയും ഇത് മുഹമ്മദ് ഈറാ ഗുഹ തിരഞ്ഞെടുത്തപ്പോൾ ഒരു ഭയം മുഹമ്മദിനുണ്ടായിരുന്നു. ഈ ഭയത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് മുഹമ്മദിന് ആരോ വന്ന് വായിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം. അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഗുഹയിൽ നടക്കുന്നത്. മുഹമ്മദിനോട് പറഞ്ഞു വന്നിട്ട് ഇക്റഹ് ബിസ്മി റബ്ബിക്കല്ലദി, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ നമ്മൾ ആരെയും കണ്ടാലും സാധാരണ ഒന്ന് പരിചയപ്പെടുത്തുന്നത് സാധാരണ. അപ്പൊ നമ്മുടെ ഏതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം കാണുന്ന ആള് ഞാൻ ഇന്നയാളാണ്. അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ പറയും, ഞാൻ ഇന്നയാളാണ്, എൻ്റെ പേര് ഇതാണ്, ഇന്ന ആവശ്യത്തിനാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞയച്ചിട്ടാണ് വന്നത് എന്നുള്ള സാമാന്യ ഒരു മര്യാദയിൽ നമ്മൾ എല്ലാവരും പരിചയപ്പെടും. ഇവിടെ മുഹമ്മദ് ധ്യാനനിരതനായിരുന്നപ്പോൾ മുഹമ്മദിനെ വന്നിട്ട് അവിടെ പറയുകയാണ്, ഒന്നൊരു പരിചയപ്പെടുത്താതെ
ഇക്റഹ ബിസ്മി റബ്ബിക്, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. മുഹമ്മദ് പറഞ്ഞു എനിക്ക് വായിക്കാനെന്നറിയാം, എന്താണ് വായിക്കേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ മുഹമ്മദിനെ പിടിച്ച് അങ്ങ് ഞെക്കി വേദനിപ്പിക്കുകയാണ് വന്ന ആള്. അപ്പൊ മുഹമ്മദ് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയാം. വീണ്ടും ഈ ഞെക്കി അങ്ങ് വേദനിപ്പിച്ച് ഞെക്കി അങ്ങ് വിട്ട് വീണ്ടും മുഹമ്മദിനോട് പറഞ്ഞു ഇക്റഹ ബിസ്മി റബ്ബിക്കൽ, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. മുഹമ്മദ് പറഞ്ഞു, രണ്ടാം പ്രാവശ്യം ഞെക്കിയിട്ട് പറഞ്ഞു എനിക്ക് വായിക്കാനൊന്നും അറിയത്തില്ല, എന്താണ് വായിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. 3 പ്രാവശ്യം ഞെക്കി, എന്നിട്ട് മുഹമ്മദ് വായിച്ചില്ല. അവസാനം ഗതികെട്ട് വന്ന ഈ ശക്തി മുഹമ്മദിനെ വായിച്ചു കൊടുക്കുകയാണ്. ഇക്റഹ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖ മിൻ ഇൻസാന മിൻ അലക, അള്ളാഹുവിന്റെ നാമത്തിൽ നീ വായിക്കുക. ഇവിടെ ജിബ്രീൽ എന്ന മലക്കാണ് മുഹമ്മദിന് ഈറാ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നതെങ്കിൽ ജിബ്രീൽ എന്ന മലക്കിനെ പറഞ്ഞു വിട്ടതാരാണ്? അള്ളാഹു ആയിരിക്കണം. അള്ളാഹുവിന് വാസ്തവത്തിൽ അറിയത്തില്ലായിരുന്നു മുഹമ്മദിനെ വായിക്കാൻ അറിയാത്ത വ്യക്തിയാണ് എന്ന്. അള്ളാഹുവിനെ വാസ്തവത്തിൽ അറിയത്തില്ലായിരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, വായിക്കാൻ അറിയാത്ത അള്ളാഹു തന്റെ മലക്കിനെ വിട്ട് 3 പ്രാവശ്യം എന്ത് ചെയ്തു? ശ്രമിച്ചു. ഞെക്കി, കഴിയുന്ന രീതിയിൽ ഞെക്കി വേദനിപ്പിച്ചിട്ട് ആദ്യം ഞെക്കി വായിക്കുക എന്ന് പറഞ്ഞു, വീണ്ടും ഞെക്കി വായിക്കുക എന്ന് പറഞ്ഞു, വീണ്ടും 3 പ്രാവശ്യം പറഞ്ഞതുപോലെ മുഹമ്മദ് പറയുന്ന അസഹ്യമായ വേദന കൊണ്ട് ഞാൻ പൊളയുന്നു. 3 പ്രാവശ്യം ഞെക്കിയിട്ടും അതും പറയുന്ന എന്താ, നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പറയും, അപ്പൊ സൗഖ്യമാകും. അങ്ങനെ പരിശുദ്ധ ബൈബിള് നമ്മൾ വായിക്കുകയാണെങ്കിൽ ശിഷ്യന്മാരൊക്കെ തന്നെ യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവർ എഴുന്നേറ്റ് നടന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പൊ യേശുവിന് പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ തന്നെ ഭൂതം വിട്ടുപോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധ ബൈബിളിലാകെ. ഇവിടെ അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കാനായിട്ട് 3 പ്രാവശ്യം ദൂതൻ വന്നു എന്ന് ഇവര് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞതായ ഈ ദൂതനെ കൊണ്ട് 3 പ്രാവശ്യം മുഹമ്മദിനെ ഞെക്കി വായിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവിടെ പരാജയം. അവസാനം ഗതികെട്ട് ഈ ദൂതൻ മുഹമ്മദിനെ വായിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. അപ്പൊ അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നു എന്ത്? മുഹമ്മദിനെ വായിക്കാൻ അറിയാത്ത വ്യക്തിയാണെന്ന് അറിയത്തില്ലായിരുന്നു. അവിടെ അള്ളാഹുവിനുണ്ടായ പരാജയം. മലക്ക് ഞെക്കിയിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഞെക്കി വേദനിപ്പിച്ചിട്ട് മുഹമ്മദ് വായിച്ചില്ല. ലാസ്റ്റ് പേടിച്ചു ഓടുകയാണ് മുഹമ്മദ്. ഞെക്കി ഗത്യന്തരമില്ലാതെ മുഹമ്മദ് പേടിച്ചു ഓടിയിട്ട് ഭാര്യ എടുത്ത് എന്നിട്ട് പറഞ്ഞു പുതച്ചു തരിക, പുതച്ചു തരിക, പുതച്ചു തരിക. വിശുദ്ധ ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ പല വ്യക്തികൾക്കും ദൂതൻ പ്രത്യക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വിശുദ്ധ ബൈബിള് വായിക്കുന്നു, പല വ്യക്തികൾക്കും. ഇപ്പൊ പുതിയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ സക്രിയ പ്രവാചകൻ തന്റെ നിയമം അനുസരിച്ച് സമാഗമന കൂടാരത്തില് ആരാധന നിർവഹിച്ചു കൊണ്ടിരുന്നപ്പോഴ് സ്നാപക യോഹന്നാന്റെ ആഗമന ഉദ്ദേശത്തെ കുറിച്ച് വ്യക്തമായിട്ട് താൻ പരിചയപ്പെടുത്തുന്ന ആരാണെന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് വന്നിരിക്കുന്നതായ കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായ ഒരു ദർശനം കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറിയയുടെ കാര്യങ്ങൾ. അപ്പൊ ഓരോ കാര്യങ്ങളും വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊക്കെ കർത്താവ് എന്താ പറഞ്ഞത്? ദൈവദൂതൻ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടതായ ഈ ദൂതൻ എന്ന് പറഞ്ഞിട്ട് ഭയപ്പെടേണ്ട എന്ന് പറയുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യാതെ, ഒരു പരിചയം പോലും ഇല്ലാതെ, പരിചയപ്പെടുത്താതെ, ആഗമന ഉദ്ദേശം പറയാതെ മുഹമ്മദിനെ പിടിച്ച് ഞെക്കുകയും വേദനിപ്പിക്കുകയും മുഹമ്മദ് പേടിച്ചു ഓടി പനി പിടിച്ച് വളരെ ദിവസങ്ങളോളം ഭവനത്തിൽ ചെലവഴിച്ച കാര്യമാണ് നമുക്ക് കാണാം. അവിടെ നിന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ 3 കാര്യങ്ങളെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന്, യുക്തിവാദി പറയുന്നത് ഇത് മുഹമ്മദിനുണ്ടായ ഒരു തോന്നലാണ്. കാരണം ഒറ്റയ്ക്ക് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞങ്ങള് നാട്ടിലെ പല ഈ ഗുഹയും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ഗുഹയിലൊക്കെ എല്ലാവർക്കും പോകുമ്പോൾ
ഞാനും ഗുഹയിലൊക്കെ പോകുമ്പോൾ അതിനകത്തോട്ട് കയറുമ്പോ എനിക്ക് വാസ്തവത്തിൽ വറക്കുന്നുണ്ടായി. കാരണം ഭയമുണ്ടാവും മനുഷ്യൻ. ആ ഭയത്തിൽ നിന്ന് വാസ്തവത്തിൽ ഉണ്ടായതാണെന്ന് യുക്തിവാദികൾ പറയും. ബൈബിളിന്റെ അടിസ്ഥാനത്തില് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ദൈവദൂതനാണെന്ന് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റും. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ബൈബിളിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാൽ പല വ്യക്തികൾക്കും ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഞെക്കുകയും വായിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം വിശുദ്ധ ബൈബിളിൽ നമുക്ക് എവിടെയും കാണാനായിട്ട് പറ്റുകയില്ല. അപ്പൊ നമ്മുടെ ചിന്തയിൽ വരുന്നത് ആരാണ്? അത് ഒരു പൈശാചിക ശക്തിയാണ്. മൂന്നാമത്തത് ഇവര് പറയുന്നത് ദൈവിക ദൂതനാണ് എന്ന് പറയുമ്പോൾ, ശരി, ദൂതനാണെങ്കിൽ അള്ളാഹു ആണല്ലോ വിട്ടത്. വാസ്തവത്തിൽ ഈ അള്ളാഹുവിനെ അറിയത്തില്ലായിരുന്നോ മുഹമ്മദിന് വായിക്കാൻ അറിയില്ലെന്നുള്ള കാര്യം? പിന്നെ എന്തിനാണ് മുഹമ്മദിന്, അല്ലെങ്കിൽ വായിക്കാൻ അറിയത്തില്ല, ശരി, ഒരു പ്രാവശ്യം ഞെക്കി അപ്പൊ തന്നെ മുഹമ്മദ് എന്തിനു ചെയ്യണമായിരുന്നു? അത് വായിക്കണമായിരുന്നു. മുഹമ്മദ് വായിച്ചില്ല, വായിക്കാനായിട്ട് പറ്റുകയില്ല എന്നാ പറയുന്നത്. അങ്ങനെ പേടിച്ചു ഓടുക. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങള് ഇവിടെ നമുക്കത് ചിന്തിക്കാനായിട്ട് കഴിയാം. അത് ദൈവികമായ ക്രൈസ്തവ ഭൂമിയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ട ദൂതൻ ജിബ്രീൽ എന്ന മലക്കാണ് എന്ന് ഒരു ക്രൈസ്തവ വിശ്വാസികൾക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റുക. ഒന്നത്. രണ്ടാമത്, ജിബ്രീൽ എന്ന മലക്കാണ് മുസ്ലിങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ അള്ളാഹു സർവശക്തനല്ല, സർവജ്ഞാനിയല്ല, മുഹമ്മദിനെ മനസ്സിലാക്കുവാൻ, മുഹമ്മദിനെ വായിക്കാൻ അറിയില്ല, മുഹമ്മദിനെ എഴുതാൻ അറിയില്ല, മുഹമ്മദിനെ കുറിച്ച് ഒരു അറിവും ആർക്കുണ്ടായിരുന്നില്ല. ഈ അള്ളാഹു എന്ന് പറഞ്ഞ ഇവര് വിശ്വസിക്കുന്ന ദൈവത്തിന് യാതൊരു വിധമായ കഴിവോ പ്രാപ്തിയോ സർവശക്തനോ സർവജ്ഞാനിയോ സർവവല്ലഭനോ ആണെന്ന് ഒരിക്കലും ഇറാ ഗുഹയിൽ നിന്ന് നടന്ന സംഭവം നമുക്ക് കാണാനും കേൾക്കാനും പറ്റും. പിന്നെ യുക്തിവാദികൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തോന്നലാണോ? അങ്ങനെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഇല്ലാന്ന് നമുക്ക് തിരസ്കരിക്കാനും പറ്റുക. അങ്ങനെ മുഹമ്മദ് പേടിച്ചു ഓടുകയാണ്. തന്റെ ഭാര്യ ഖദീജയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, പുതച്ചു തരിക, പുതച്ചു തരിക, പുതച്ചു തരിക. ഖദീജ ഭയം മാറുന്നത് വരെ മുഹമ്മദിനെ പുതച്ചു കൊടുത്തു എന്നാ പറയാം. കുറച്ചു ദിവസം കഴിഞ്ഞ് കുറച്ച് ആശ്വാസം കിട്ടി. അങ്ങനെ ഖദീജ എന്ത് ചെയ്തു? തന്റെ ഭർത്താവിനെയും കൊണ്ട് തന്റെ വരെ ബന്ധുവായ അമ്മാവനായ ഒരു ക്രൈസ്തവ പുരോഹിതന്റെ അടുത്തേക്ക് മുഹമ്മദിനെ കൊണ്ടുവരികയാണ്. ഖദീജ പറഞ്ഞു, പുരോഹിതന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മുഹമ്മദിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടാലൂട്ടോന്ന്. പുരോഹിതൻ പറഞ്ഞു, നീ എന്താണ് കണ്ടത്? അപ്പൊ കേൾക്കാനായിട്ട് മുഹമ്മദിനുണ്ടായ സംഭവങ്ങള് കേൾക്കാനായിട്ട് ഖദീജ ഈ പുരോഹിതനോട് പറഞ്ഞപ്പോൾ ഈ പുരോഹിതൻ ചോദിക്കുകയാണ്, നീ എന്താണ് കണ്ടത്? അവിടെയും കൺഫ്യൂഷൻ. ഖദീജ പറഞ്ഞത് കേൾക്കാനാ, ഈ പുരോഹിതൻ പറഞ്ഞു നീ എന്താ കണ്ടത്? ഈ പുരോഹിതൻ പറയുന്നു, നിനക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്കാണ്, അല്ലെങ്കിൽ നിനക്ക് പ്രത്യക്ഷപ്പെട്ടത് മോശക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ദൂതനാണ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുകയാണ്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ, മോശക്ക് പ്രത്യക്ഷപ്പെട്ട് മോശ വരുന്നത് കണ്ടപ്പോൾ തന്നെ യഹോവയായ ദൈവം അവിടെ വായിക്കുന്നത് മോശേ മോശേ മോശ എന്ന് വിളിക്കുന്നുണ്ട്. യഹോവ കണ്ടപ്പോൾ എന്നാ പറഞ്ഞത്. അപ്പൊ മോശയെ വിളിച്ചതാര? ദൂതനല്ല. യഹോവയായ ദൈവം വരുന്നത് കണ്ടപ്പോൾ മോശെ മോശ എന്ന് വിളിച്ചു. ആദ്യമായിട്ടതാണ്. പുറപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ അത് വായിക്കുമ്പോൾ, 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ മോശ വരുന്നത് യഹോവയായ ദൈവം കാണുകയും മോശയെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്തോടെ വളരെ വ്യക്തമായിട്ടാണ്. ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്, നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്ന് പറഞ്ഞു. പക്ഷേ മുഹമ്മദിന് എന്ത് ചെയ്തില്ല? പരിചയപ്പെടുത്തുക പോലും ചെയ്തില്ല. പരിചയപ്പെടുത്താതെ വന്നിട്ട് അങ്ങനെ ആരും പേടിക്കുമല്ലോ.
സംസാരിച്ചു. ഇസ്രായേലിന്റെ സംഭവ ചരിത്രങ്ങള് വളരെ വ്യക്തമായി ഒരു ചിത്രം എന്ന പോലെ മോശയെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മളത് വളരെ 3-4 അധ്യായങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇസ്രായേൽ ജനം അടിമയായിരുന്നു, അടിമത്തത്തിൽ അവരെ നിലവിളിച്ചതായ കാര്യങ്ങളൊക്കെ തന്നെ 2-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലും മോശയെ വിളിക്കുന്നത് 3-ാം അധ്യായത്തിലും മറ്റ് 4-ാം അധ്യായം വരുമ്പോൾ മോശയെ പറഞ്ഞയക്കുന്നതും പ്രവാചകനാക്കി തീർക്കുന്നതിനും തന്റെ പ്രവാചകത്വം തെളിയിക്കുവാൻ അത്ഭുതം ചെയ്യാനുള്ള വരങ്ങൾ നൽകിയും എനിക്ക് സംസാരിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടായി തന്റെ സഹോദരനായ അഹരോനെ പറഞ്ഞയക്കുന്നതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി സംശയമില്ലാത്ത രീതിയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നു. നിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു ദൈവത്തോട്. അപ്പൊ ഞാനാണെന്ന് പറയുന്നു. ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു, അത്ഭുതം ചെയ്യാൻ പറയുന്നു, അതിനുള്ള വടി കൊടുക്കുന്നു. മോശ ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് വിശുദ്ധ ബൈബിളില് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതുപോലെ ഒരു കാര്യം അവിടെ നടന്നില്ല. ഈ പുരോഹിതന് വാസ്തവത്തിൽ ഈ പുരോഹിതൻ ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. അങ്ങനെ ഒരു കഥയുണ്ടോ? അങ്ങനെ ഒരു പുരോഹിതൻ ജീവിച്ചിരുന്നോ? അല്ലെങ്കിൽ പുരോഹിതനാണെങ്കിൽ ഏകദേശം മോശയെ കുറിച്ചെങ്കിൽ ഈ പുരോഹിതൻ അറിയാമായിരുന്നു. ഈ പുരോഹിതൻ ചോദിച്ച കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ ബൈബിളുമായിട്ട് പഠിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം അവിടെ വ്യക്തമല്ല. അങ്ങനെ വീണ്ടും മുഹമ്മദ് പോവുകയാണ്. അങ്ങനെ മുഹമ്മദ് കുറച്ച് ആശ്വാസമൊക്കെ കിട്ടി മുഹമ്മദ് പുറത്തിറങ്ങി ഇങ്ങനെ നടന്നിങ്ങനെ പോവുക. ജാബിർ എന്ന് പറഞ്ഞ ഹദീസിൽ ജാബിർ പറയുകയാണ്, ഒരു ശബ്ദം കേട്ടു. പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴ് ഹീറാ ഗുഹയിൽ വന്ന മലക്ക് 4 കാലുള്ള ഒരു കസേരയിൽ ഇതങ്ങനെ നടന്നു വരുന്നു. മുഹമ്മദിന് തോന്നുകയാണ്, എന്നെ ആരോ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ മുഹമ്മദ് വീണ്ടും പേടിച്ചു എന്നാണ് വായിക്കുന്നത്. പേടിച്ച് വീട്ടിലോട്ട് ഓടി. വീണ്ടും ഭാര്യയോട് പറയാ, പുതച്ചു തരിക. അവിടെ തന്നെ മുഹമ്മദിന് എന്ത് തുടങ്ങി? ഒരു മാനസിക വിഭ്രാന്തി തുടങ്ങി എന്നാണ് വായിക്കുന്നത്. മാനസിക വിഭ്രാന്തി എന്ന് വൈദ്യശാസ്ത്രം പറയുന്നത് സ്കിസോഫ്രേനിയ എന്ന് പറഞ്ഞ ഒരു മാനസിക വിഭ്രാന്തി ഹീറാ ഗുഹയിൽ നിന്ന് മുഹമ്മദിന് ലഭിക്കുകയും അതിനനുസരിച്ചാണ് പിന്നീട് മുഹമ്മദിന്റെ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്തെന്നാണ്. ഒരു മാനസിക വിഭ്രാന്തി തന്നെ ഹീറാ ഗുഹയിൽ പോയതിന് ശേഷം മുഹമ്മദിനുണ്ടായി. അതുകൊണ്ടാണ് മുഹമ്മദ് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറാ ഗുഹയിൽ വന്നതായ മലക്ക് അല്ലെങ്കിൽ ഈ സാധനം 4 കാലുള്ള കസേരയിൽ ആകാശത്തുമല്ല ഭൂമിയിലുമല്ല മുഹമ്മദിനെ ഇങ്ങനെ തേടി വരിക. പേടിച്ചിട്ട് വീണ്ടും ഭാര്യ അടുത്തേക്ക് ഓടിപ്പോകുന്നു മുഹമ്മദ്. എന്നിട്ട് പറഞ്ഞു, പുതച്ചു തരിക. പേടി മാറുന്നില്ല മുഹമ്മദിന്. ഈ ദൈവദൂതനാണെന്ന് പരിചയപ്പെടുത്തിയിരുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ട, അള്ളാഹു പറഞ്ഞയച്ചതാണ്, ഞാൻ ജിബ്രീൽ എന്ന മലക്കാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയുള്ളതായ ഒരു പ്രശ്നവും മുഹമ്മദിനുണ്ടാകുമായി. ഇങ്ങനെ ഒന്നും തന്നെ ഹീറാ ഗുഹയിൽ സംഭവിച്ചതായി നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. മുഹമ്മദിന് വലിയ മാനസികമായ ഒരു വിഭ്രാന്തിയൊക്കെ ഉണ്ടായപ്പോൾ ഖദീജ ആകെ വളരെ വിഷമത്തിലായി. ഇതാ ദൂതന്റെ കുറിച്ചാ പറഞ്ഞു. ഖദീജ പറഞ്ഞു, മുഹമ്മദിനോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഈ ദൂതൻ വരുമ്പോൾ എന്നോടൊന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞു, ശരി പറയാം. അങ്ങനെ ഒരിക്കലും ഇതുപോലെ മുഹമ്മദിന്റെ അടുത്ത് ഈ ദൂതൻ വന്നു എന്ന് പറഞ്ഞു. ദൂതൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ഒരു പരിപാടി ചെയ്തു. ഖദീജ മുഹമ്മദിനെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങളെ ദൂതനെ കാണുന്നുണ്ടോ? വലത്തെ തൊടയിലിരുത്തി മുഹമ്മദിനെ പിടിച്ചിട്ട് ഭാര്യ ദൂതപരിശോധന നടത്തുകയാണ്. ജിബ്രീൽ എന്ന മലക്കാണോ പിശാചൻ എന്ന മലക്കാണോ മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള ദൂതപരിശോധന മുഹമ്മദിനെ നടത്തുക. ആദ്യം വലത്തെ തോടലിരുത്തി, എന്നിട്ട് മുഹമ്മദിനോട് ചോദിച്ചു, ഇപ്പൊ എനിക്ക് വന്ന മലക്കിനെ നീ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. മുഹമ്മദ് പറഞ്ഞുണ്ട്. എന്നാ നീ അടുത്ത തോടയിലോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു.
മുഹമ്മദിനെ പിടിച്ച് ഇടത്തെ തോടയിൽ ഇരുത്തി. എന്നിട്ട് ഖദീജ ചോദിക്കുകയാണ്, ഇപ്പോ നീ ദൂതനെ കാണുന്നുണ്ടോ? മുഹമ്മദ് പറഞ്ഞു, കാണുന്നുണ്ട്. അവസാനം ഖദീജ തന്റെ ഉടുപ്പെല്ലാം അങ്ങ് മാറ്റി നഗ്ന ശരീരത്തിൽ പിടിച്ചിരുത്തി മുഹമ്മദിനോട് ചോദിച്ചു, ഇപ്പോ നീ ദൂതനെ കാണുന്നുണ്ടോ? മുഹമ്മദ് പറഞ്ഞു, ഇപ്പൊ ഞാൻ ദൂതനെ കാണുന്നില്ല. അപ്പൊ ഖദീജ പറഞ്ഞു, നിനക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്ക. കാരണം ജിബ്രീൽ എന്ന മലക്ക ആയതുകൊണ്ടാണ് ഞാൻ തുണിയെല്ലാം അയച്ചിട്ടപ്പോ ദൂതൻ ഓടി രക്ഷപ്പെട്ടത്. കാരണം ദൂതന് സ്ത്രീകളുടെ നഗ്നത കാണാനായിട്ട് പറ്റുകയില്ല. അപ്പൊ അതുകൊണ്ട് ഖദീജ എന്ത് ചെയ്തു? മുഹമ്മദിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇത് കേട്ട് മുഹമ്മദ് പറഞ്ഞു, അള്ളാഹു എന്നെ പ്രവാചകനാക്കി മാറ്റിയിരിക്കുക. പ്രിയമുള്ളവർ, അള്ളാഹു സംസാരിച്ചിട്ടില്ല മുഹമ്മദിനോട് നേരിട്ട്. മുൻ പ്രവാചകന്മാര്, ബൈബിളിലെ എല്ലാ പ്രവാചകന്മാരും ദൈവം നേരിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനെ വായിക്കുമ്പോൾ അത്രമാത്രം സ്നേഹമായിട്ട് മോശയോട് സംസാരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളില്. ഒരു സ്നേഹിതനെ പോലെ അബ്രഹാമിനോട് സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഓരോരുത്തർ യെശയ്യാവിനോടാകട്ടെ, യിരെമ്യാവിനോടാകട്ടെ, മറ്റ് പ്രവാചകന്മാരോടാകട്ടെ, ഇവരോടൊക്കെ തന്നെ വളരെ വ്യക്തിപരമായി സ്നേഹപരമായി ശിക്ഷിക്കേണ്ടിടത്ത് ശിക്ഷിക്കുകയും സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കാണുന്നത്. ഇവരോടെല്ലാം നേരിട്ട് സംസാരിച്ച് ഇവർ നേരിട്ട് ദൈവത്തിന്റെ ആലോചന കൊടുക്കുമ്പോൾ മുഹമ്മദിനോട് ദൈവം എന്ത് ചെയ്തില്ല? അല്ലാഹു നേരിട്ട് പോലും സംസാരിച്ചു. രണ്ടാമത്തത്, ദൈവദൂതനാണ് സംസാരിച്ചതിനുള്ള തെളിവില്ല. ഹീറാ ഗുഹയിൽ മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് ജിബ്രീൽ എന്ന മലക്കാണെന്നുള്ള തെളിവില്ല. ജിബ്രീൽ ഒരിക്കലും പറഞ്ഞ ജിബ്രീൽ എന്ന മലക്കാണ്, ഒരിക്കലും തെളിയിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അവിടെ അങ്ങനെ ഒരു അനുഭവമാണ് അവിടെ കാണുന്നത്. പിന്നെ എന്തെങ്കിലും തെളിവ് വേണമെങ്കിൽ സാക്ഷികൾ വേണം. 3 സാക്ഷികളുടെ തെളിവില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല എന്നുള്ളത് ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. മുഹമ്മദ് അല്ലാതെ വേറെ ആരും ഈ വന്ന വ്യക്തിയെ കണ്ടിട്ടില്ല ഖുർആനില്. അപ്പോ അള്ളാഹു സംസാരിച്ചിട്ടില്ല മുഹമ്മദിനോട്. 2, ദൈവദൂതൻ വന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് നമുക്ക് ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാനായിട്ട് സാധ്യമല്ല. ഹീറാ ഗുഹയിൽ നിന്ന് മുഹമ്മദിന് ഓടി രക്ഷപ്പെട്ട് മാനസിക വിഭ്രാന്തി ഉണ്ടായി മുഹമ്മദ് പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യുവാൻ മലയിൽ കയറിയെന്ന് ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അവിടെ ദൈവദൂതനാണെങ്കിൽ എങ്ങനെയാ ഒരു മനുഷ്യന് ആത്മഹത്യ ചെയ്യാൻ പറ്റുക? ദൈവദൂതനല്ലേ സംസാരിച്ചത്. ദൈവദൂതൻ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ആത്മീയമായ മനുഷ്യന് പോലും ആത്മഹത്യ ചെയ്യാൻ പറ്റുകയില്ല. സാധാരണ ഒരു മനുഷ്യന് പോലും ഭയമാണ് ആത്മഹത്യ ചെയ്യാന്നുള്ളത്. അവന്റെ ആത്മാവ് നരകത്തിലാണ് ആത്മഹത്യ ചെയ്താലെന്ന്. അങ്ങനെ രീതിയിൽ പോലും ഒരു സാധാരണ മനുഷ്യന് പോലും ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് പോലും ആത്മഹത്യ ചെയ്യാനായിട്ട് കഴിയുകയില്ല, ആത്മാവിനെ അനുവദിക്കില്ല എന്നിരിക്കെ ഈ ദൈവദൂതൻ മുഹമ്മദിനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എങ്ങനെയാണ് അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം മുഹമ്മദ് മലയിൽ കയറി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്ന് സ്വഹിയായ ഹദീസ് വളരെ വ്യക്തമായിട്ട് തന്നെ രേഖപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മുഹമ്മദിനെ എങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു പ്രവാചകനാണെന്ന് ഏത് രീതിയിലാണ് പറയാനായിട്ട് പറ്റുന്നത്? മൂന്നാമത്തത്, ഈ പറഞ്ഞ ക്രൈസ്തവ പുരോഹിതന്റെ വാക്ക് കേട്ടാണെങ്കിൽ ഈ ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞ ഒരു കാര്യവും നമുക്ക് വിശുദ്ധ ബൈബിളുമായി യോജിക്കുന്നില്ല. ഏതൊരു കാര്യം പറയുമ്പോൾ യോജിക്കണമല്ലോ നമുക്ക്. ഈ പറഞ്ഞ കാര്യങ്ങൾ മോശയുടെ ചരിത്രം എടുക്കുമ്പോൾ
മോശയോട് ദൈവം നേരിട്ടാ സംസാരിച്ചത്. മോശയുടെ പേര് അറിയാമായിരുന്നു, പക്ഷെ മുഹമ്മദിനെ കുറിച്ച് അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നു ഒരു കാര്യവും. അറിയാമായിരുന്നെങ്കിൽ തന്റെ മലക്കിനെ വിട്ട് ഞെക്കുകയും വായിപ്പിക്കുകയും വീണ്ടും വീണ്ടും ഞെക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു. മോശയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അറിയാം. മോശയെ വിളിച്ചു, വേർതിരിക്കുക, അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യുവാൻ എല്ലാം കൊടുക്കുക. നിന്നോട് ആരെങ്കിലും നീ ഒരു പ്രവാചകനാണെന്ന് സംശയം ചോദിച്ചാൽ ഇതാ വടി, അത്ഭുതം ചെയ്ത് നിനക്ക് നിന്റെ പ്രവാചകത്വം തെളിയിക്കാനെന്ന് പറയുക. പക്ഷെ മുഹമ്മദ് എന്ത് ചെയ്യുന്നില്ല? ഒരു കാര്യവും അവിടെ പറയുന്നില്ല, വായിക്കുന്നത് പോലും ഇല്ല. അള്ളാഹുവിന് വാസ്തവത്തില് മുഹമ്മദ് ആരാണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ ക്രൈസ്തവ പുരോഹിതനല്ല, ഒന്ന് ദൈവം സംസാരിച്ചില്ല, രണ്ട് ഒരു സാക്ഷി പോലും ഇല്ല മുഹമ്മദിനെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന്. അത് ഖുർആനിൽ പല പ്രാവശ്യം ചോദ്യം ചെയ്യുന്നുണ്ട് പല ഭാഗത്തും. മുഹമ്മദ് ആത്മഹത്യ ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞ കാര്യം ബൈബിളുമായിട്ട് ഒരു രീതിയിലും യോജിക്കുന്നുമില്ല. അവിടെ വലിയ പ്രയാസം. ഇതൊന്നും ഖദീജ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ഖദീജ തുണിയെല്ലാം അയച്ചിട്ട് തന്റെ ഭർത്താവിനെ പിടിച്ച് മടിയിലിരുത്തി ദൂതപരിശോധന നടത്തി അവസാനം പറയുകയാണ്, നിങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ജിബിരിൽ എന്ന മലക്കാണ്. ഖുർആനിൽ 1,24,000 പ്രവാചകന്മാർ വന്നു എന്ന് പറയുന്നു. വേദപുസ്തകത്തിൽ ഏതെങ്കിലും പ്രവാചകന്മാര് ഭാര്യമാര് തുണി അയച്ചിട്ട് ഭർത്താവിനെ പിടിച്ച് മടിയിലിരുത്തി ദൂതപരിശോധന നടത്തിയിട്ട് നിങ്ങൾ പ്രവാചകനാണെന്ന് പറ ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകനാണ് ആര്? മുഹമ്മദ് എന്ന് പറയും. നമുക്ക് എവിടെ അംഗീകരിക്കാൻ പറ്റുമോ ഇത്? അദ്ദേഹത്തെ എങ്ങനെ ദൂതപരിശോധന നടത്താനായിട്ട് ദൈവം തമ്പുരാൻ പറഞ്ഞിരുന്നു? അല്ലെങ്കിൽ മുമ്പ് ഈ ഖദീജയ്ക്ക് തന്റെ ഭർത്താക്കന്മാരെ ദൂതപരിശോധന നടത്തി പ്രവാചകന്മാരാക്കിയ വല്ല തെളിവുണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഭാര്യ പ്രവാചകനാക്കിയതായ ഈ പ്രവാചകനാണ് വാസ്തവത്തിൽ ഇസ്ലാമിലെ മുഹമ്മദ് എന്ന് പറഞ്ഞ പ്രവാചകൻ. വ്യക്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇത് വാക്ക് കേട്ട് മുഹമ്മദ് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹു എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? മുഹമ്മദ് പ്രവാചകൻ. അതല്ലാതെ ദൈവം നേരിട്ട് സംസാരിച്ചിട്ടില്ല, ദൈവദൂതന്മാരെ മുഹമ്മദിനെ പ്രവാചകനാക്കിയിട്ടില്ല. ക്രൈസ്തവ പുരോഹിതന്റെ ആലോചന വാസ്തവത്തിൽ ശരിയല്ലായിരുന്നു. തന്റെ ഖദീജയുടെ വാക്ക് കേട്ട് മുഹമ്മദ് പറഞ്ഞു, ഞാന് അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അള്ളാഹു എന്നെ പ്രവാചകനാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്ലാമിലെ വ്യക്തമായ തെളിവ്. ഇത് വെച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കിയപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ്, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് പോകാനായിട്ട് പറ്റുകയില്ല. ഏക രക്ഷകൻ കർത്താവാണ്. ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കുകൾ പിൻപറ്റി മുമ്പോട്ട് പോകുന്നതായ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദിനുണ്ടായ വെളിപ്പാട് ഒരു രീതിയിലും അംഗീകരിക്കാനായിട്ട് കഴിയും. ഇതാണ് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇസ്ലാമിക ചരിത്രങ്ങളിലാണ്, അല്ലാതെ വേറെ യുക്തിവാദികൾ എഴുതിയതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എഴുതിയ രംഗങ്ങളിലല്ല. ഇത് ഇസ്ലാമിക ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇസ്ലാമായിട്ട് തുടരാനായിട്ട് പറ്റുന്നത്? നമ്മളൊന്ന് ആലോചിക്കണം. മനസ്സിലായോ? അത് കഴിഞ്ഞ് മുഹമ്മദ് ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ കണക്കില്ല. പ്രവാചകനാകുന്നതിന് മുമ്പ് മുഹമ്മദ് വിശ്വസ്തനാണെന്നൊക്കെ പറയുന്നത്, വലിയ തെറ്റൊന്നും ചെയ്തതായിട്ട് ചരിത്രങ്ങളിലില്ല. എന്നാൽ മുഹമ്മദ് പ്രവാചകനായതിന്റെ ശേഷം ഇസ്ലാമിനെ രണ്ടായിട്ടാണ് പഠിക്കേണ്ടത്. മക്ക കാലഘട്ടം എന്ന് പറഞ്ഞത് 13 ആകെ 23 വർഷമാണ്. മക്ക കാലഘട്ടം എന്ന് പറഞ്ഞ 13 വർഷക്കാലം. തന്റെ പ്രവർത്തനം തുടങ്ങി 13 വർഷമായിട്ടും കയ്യിലെണ്ണാനുള്ള ആൾക്കാരെ മാത്രമാണ് മുഹമ്മദിന് കിട്ടിയത്. അവിടെ എല്ലാം സമാധാനം എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ മദീനയിലേക്ക് മുഹമ്മദ് പോവുകയാണ്. അവിടെ വെച്ച് വലിയൊരു കൊള്ള സംഘത്തെ തന്നെയാണ് മുഹമ്മദ് എന്ത് ചെയ്യുന്നത്?
രൂപീകരിക്കുന്നത്. കൊള്ളയടിക്കുക, ആവശ്യമായതെല്ലാം കൊള്ളയടിക്കുക, സ്ത്രീകളെ അടിമയാക്കുക, അടിമയാക്കി പിടിച്ച് അവരെ വിൽക്കുക, പണമുണ്ടാക്കുക. അതിലൊന്നായിരുന്നു ഖൈബർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. യഹൂദന്മാർ മാത്രം താമസിക്കുന്ന ഒരു വലിയ കോളനിയായിരുന്നു മക്കയില് ഖൈബർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ ഖൈബറിൽ മുഹമ്മദ് പോവുകയും അവർ ഉറങ്ങിക്കിടക്കുന്ന അവരെ വെട്ടിക്കൊലപ്പെടുത്തുകയും കാണാൻ കൊള്ളാവുന്നതായ സ്ത്രീകളെല്ലാം തന്നെ അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്യും. അതിൽ നല്ലൊരു പെൺകുട്ടി ഉണ്ടായി, സഫിയ എന്ന് പറഞ്ഞു. യഹൂദന്റെ ഭാര്യയായിരുന്നു. അവളെ വാപ്പയെയും ഉമ്മയെയും ബന്ധുക്കളെയും ബന്ധുമിത്രാദികളെല്ലാം കൊന്ന് വഴിയിൽ വെച്ച് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇസ്ലാമിക നിയമപ്രകാരം ഭർത്താവുള്ള ഒരു സ്ത്രീയെ അഥവാ കല്യാണം കഴിക്കണമെങ്കിൽ 4 മാസവും 10 ദിവസം കാത്തിരിക്കണം. അല്ല ആ സ്ത്രീയെ തൊടാനായിട്ട് പാടില്ല. അവിടെ വെച്ച് ഒരു കൂടാരം അടിച്ച് അന്ന് രാത്രി തന്നെ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതൊരു ബലാത്സംഗമായിരുന്നു എന്നാണ് അവൾ. അത്രമാത്രം ഭീകരമായ ഒരു ജീവിതത്തിന് അടിമയായിരുന്നു. റോട്ടിലൂടെ ഒരു പെണ്ണിന് പോകാനായിട്ട് പറ്റില്ല. അപ്പോഴേക്കിന് മുഹമ്മദിന് നിയന്ത്രണം വിടും. അവളെ കിട്ടിയില്ലെങ്കിൽ ഭാര്യ അടുത്തേക്ക് ഓടിപ്പോകും. ഏകദേശം 61ഓളം സ്ത്രീകളുമായി ലൈംഗിക ബന്ധം, വ്യഭിചാരം, അങ്ങനെയുള്ളതായ ഒരു ജീവിതമായിരുന്നു മുഹമ്മദിനുണ്ടായിരുന്നത് എന്ന് ഇസ്ലാമിക ചരിത്ര രേഖകളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 19ലധികം വിവാഹം, അടിമ സ്ത്രീകള്, ശരീരം ദാനം ചെയ്തവര്. സൂറ 33-ന്റെ 50 ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് തന്റെ 50 വയസ്സ് പ്രായമായപ്പോൾ കേവലം 6 വയസ്സ് പോലും തികയാത്തതായ പെണ്ണിനെ ഭാര്യയാക്കുന്നു. അതുപോലെ തന്നെ 3 വയസ്സോളം പ്രായമുള്ള കുട്ടി ഓടിക്കളിക്കുന്നത് കണ്ടപ്പോൾ മുഹമ്മദിനെ നിയന്ത്രണം വിട്ടിട്ട് മുഹമ്മദ് പറഞ്ഞു, ഇവള് പ്രായപൂർത്തിയാകുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇവളെ കല്യാണം കഴിയും. കർത്താവായ യേശു ക്രിസ്തു എന്താ പഠിപ്പിച്ചത്? കുട്ടികളെ കണ്ടപ്പോൾ സ്വർഗരാജ്യത്തിൽ ഇവരെ പോലെ ആയിത്തീരുക എന്ന് കർത്താവ് പഠിപ്പിച്ചു. അയൽക്കാരോട് ആ രീതിയില്, മോശമായ രീതിയില്, മറ്റുള്ള മതസ്ഥരോട് ആ രീതിയില് ഇടപെടണമെന്ന് മുഹമ്മദ് പഠിപ്പിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞെന്താ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാതയാണോ പിൻപറ്റുന്നത്? അതോ മാനസിക വിഭ്രാന്തിയിൽ മാരണം ബാധിച്ച് പൈശാചികമായ ശക്തിയിൽ പാപം ചെയ്ത് പൈശാചിക ശക്തി ബാധിച്ച് സുബോധം നഷ്ടപ്പെട്ട് അടിമയാക്കിയ സ്ത്രീകളെ ഭോഗിച്ച് മുമ്പോട്ട് പോയതായ ഒരു മുഹമ്മദിനെയാണോ വാസ്തവത്തില് ഒരു വ്യക്തിക്ക് പിൻപറ്റാനായിട്ട് പറ്റുന്നത്? ഇതെല്ലാം കൂടെ മനസ്സിലാക്കിയപ്പോ അതിന്റെ സംശയങ്ങളൊക്കെ മാറി. ഇത് തികച്ചും ഒരു ദൈവീകമല്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ്, ഞാൻ ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. മറ്റൊരു വഴിയില്ല, ഏക വഴി കർത്താവ് മാത്രമാണ്. മരണം ബാധിച്ച് പിശാച് ബാധ്യനായപ്പോൾ മുഹമ്മദിനെ കാണുന്നതെല്ലാം തന്നെ അവിടെ കാണുന്ന പനകളൊക്കെ സാത്താന്റെ തല പോലെ തോന്നുകയായിരുന്നു. സുബോധം നഷ്ടമായി. അതാണ് ഹദീസിൽ വളരെ വ്യക്തമായിട്ട് ഹദീസിൽ പറയുന്നത്. സുബോധം നഷ്ടപ്പെട്ടു. തന്റെ ഭാര്യ ആയിഷ പറയുന്നതായിട്ട് സഹിയായ ബുഖാരിയിൽ പറയാം. വാസ്തവത്തില് പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക, ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. എന്താണ് സത്യം? നമുക്കുള്ള സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം. മനസ്സിലായോ? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചവർക്ക് ന്യായവിധിയില്ല, അതിൽ നിന്ന് രക്ഷ നേടുക. കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എനിക്കായി ക്രൂസിൽ കയറി എന്നാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. മറ്റൊരുവനിൽ രക്ഷയില്ല. പത്രോസ് പറഞ്ഞ കാര്യം വളരെ വാസ്തവമാണ്. മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം മാത്രമേ, അത് കർത്താവായ യേശു ക്രിസ്തു. ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച്
മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ അവന് വീണ്ടും വരിക. ഈ കർത്താവിനെ നിങ്ങളുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് സത്യം തിരിച്ചറിയുവാൻ, പ്രത്യേകിച്ച് ഞങ്ങളെ മുസ്ലിം സഹോദരങ്ങൾ ഇടയാകട്ടെ. നിങ്ങളിത് കാണണം. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം, സംസാരിക്കാം. യാതൊരു പ്രയാസങ്ങൾ തോന്നേണ്ടതായ ആവശ്യമില്ല. സത്യം വെളിപ്പെടുത്തി തരുക. സത്യം ഒന്നേ ഉള്ളൂ, അസത്യം ആയിരക്കണക്കിന്. അപ്പോൾ ഇസ്ലാം എന്ന മതമല്ല, അത് ദൈവത്തിങ്കിലേക്കുള്ള മാർഗമല്ല. ഏക മാർഗം കർത്താവ് തന്നെ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ എത്തുവാൻ സാധിക്കും. സത്യം തിരിച്ചറിയുവാൻ വലിയവനായ ദൈവം ഞങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സ്വർഗസ്ഥ പിതാവേ, വീണ്ടും ഞങ്ങളങ്ങേ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ഇത്രയും സമയം ദൈവസന്നിധിയിലായിരിക്കാനും കർത്താവെ ഇസ്ലാമിക ചരിത്രങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനും തമ്പുരാൻ ഒരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ ഈ സന്ധ്യാസമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഇവരോടെല്ലാം കർത്താവെ അവിടുന്ന് ദയ ഉണ്ടാകണമേ, മനസ്സലിയണമേ. ഒരിക്കലും മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കുമുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഏക വഴി മാത്രമേ ഉള്ളത്, കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുത്തെ വചനത്തിൽ അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സത്യം തിരിച്ചറിയുവാൻ ഓരോരുത്തരേക്ക് ഇടയാക്കണമേ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥന. ഡാനിയൽ പാസ്റ്റർക്കായി, അരോമ ടിവിക്കായി, അതുപോലെ ഓരോ പ്രേക്ഷകർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അവരെ കർത്താവിന്റെ കരങ്ങളില് സമർപ്പിക്കുകയും ചെയ്യും. അവരോടെല്ലാം കർത്താവ് കരുണ ചെയ്യണം. അവരോടെല്ലാം ദൈവം സംസാരിക്കണം. ഏക സത്യ ദൈവമായി നിന്നെ നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ അറിയുവാൻ ഇടയാക്കണമേ. സകല പ്രശ്നങ്ങൾ, പാപത്തിന് പരിഹാരം, രോഗത്തിന് പരിഹാരം, മരണത്തിന് പരിഹാരം, പൈശാചികളിൽ നിന്നുള്ള വിടുതല് എല്ലാം നൽകിത്തരാൻ കഴിയുന്ന ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രം. അപ്പൊ യേശു ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ കർത്താവ് ഇടയാക്കണമേ. കേൾക്കുന്ന ഓരോ മക്കളെയും അവരാവശ്യങ്ങളെല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അവരോട് ഇടപെടണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വ്യക്തമായ ബോധ്യം ഓരോ വ്യക്തിക്കും നൽകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. ക്രിസ്തുയേശുവിന്റെ വിലയേറിയതായ നാമത്തിൽ തന്നെ ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com